എൻഡോസൾഫാൻ്റെ ഈ വിഷയം കുറേയേറെ മാധ്യമങ്ങളിലൂടെയും എല്ലാം കേട്ട് പരിചയവും കുറേയേറെ ആർട്ടിക്കിൾ വായിച്ചും നല്ല ബോധമുള്ള ഒരു സംഘമാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പബ്ലിക് ഹെൽത്ത് പെർസ്പെക്റ്റീവ് ഒരു ശാസ്ത്രജ്ഞ എന്ന രീതിയിൽ ഇതിൻ്റെ വിഷയത്തെക്കുറിച്ചിട്ട് പ്രതിപാദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ എപ്പോഴും പ്രസൻറ്റേഷൻ നടത്തുമ്പം അതിൻ്റെ ക്രെഡൻഷ്യൽസ് പറയണമെന്ന്. ഞാൻ ആലപ്പുഴ മെഡിക്കൽ MBBS കഴിഞ്ഞ് പിന്നെ MPHൻ്റെ ഭാഗമായി എൻവയോൺമെൻറ്റ് ഹെൽത്തിനും പിന്നെ എപ്പിഡമോളജി ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ട്രെയിൻഡാണ്. മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ശ്രീധരി കഴിഞ്ഞാണ്. ഐ വാസ് ഒബ്സർവർ അറ്റ് ദ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. കഴിഞ്ഞ വർഷം ടൊക്ഷിമയിൽ നടന്ന, അതായത് ജപ്പാനിൽ നടന്ന ട്രെയിനിങ്ങിൽ ടോക്സിൻസ് റിസ്ക് അസസ്മെൻറ്റ് ഓഫ് ടോക്സിൻസ് ഇൻ ടോക്ഷിമ പബ്ലിക് ഹെൽത്ത് സെൻറ്ററിൽ കഴിഞ്ഞാണ്. ഇപ്പം കറൻ്റ് ഐ ആം ഓൾസോ വർക്കിംഗ് ആസ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഫോർ എൻഡോസൾഫാൻ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ്. പ്രധാനമായിട്ട് 2 ഏരിയയാണ് പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ചത്. ഒന്ന് എൻഡോസൾഫാൻ്റെ ഹെൽത്ത് ഇഫക്ട്സിൻ്റെ അതിനെക്കുറിച്ചുള്ള എവിഡൻസും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും, പിന്നെ ഈ എവിഡൻസിന് കോണ്ടെക്സ്റ്റ് ഓഫ് റീഹാബിലിറ്റേഷൻ, അതാണ് ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുള്ളത്. ഈ എവിഡൻസിനെ കോണ്ടെക്സ്റ്റ് ഓഫ് റീഹാബിലിറ്റേഷന് കൊണ്ടുവരുന്നതിനുള്ള എത്രത്തോളം എത്തിയിട്ടുണ്ടെന്നും ഇനി എത്രത്തോളം പോകാനുണ്ടെന്നുള്ളൊരു ഇതും. എവിഡൻസസ് എപ്പോഴും നമ്മൾ പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് ടോക്സിക്കോളജിയിൽ അല്ലെങ്കിൽ ടോക്സിക് സയൻസിന് പറയുന്ന സമയത്ത് വാട്ട് എക്സാക്ട്ലി വി ആർ ലുക്കിംഗ് ഫോർ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബിക്കോസ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അവർ ഡിസിഷൻസ് ആൻഡ് ഡിസ്കഷൻസ് വിൽ ബി ക്ലൗഡഡ് ബൈ ദ എൻഡോസൾഫാൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഹൈഡ്രോകെഫാലസ്, അതായത് വലിയ തലയുള്ള ഒരു കുട്ടിയുടെ പടവും പിന്നെ അംഗവൈകല്യമുള്ള കുട്ടികളുടെ പടവും വെച്ചിട്ട് അതിൻ്റെ ശാസ്ത്രം പലപ്പോഴും പുറകിൽ നിൽക്കുന്ന രീതിയിലേക്ക് അതിനെ കേവലം ഒരു മീഡിയ ഹൈപ്പോ അല്ലെങ്കിൽ മീഡിയ ഇമേജ് പോലെ വരുത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റാഷണൽ തിങ്കിങ് ചെയ്യുന്ന സമയത്ത് കോസാലിറ്റി, എൻഡോസൾഫാൻ കോസസ് ദീസ് തിങ്സ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലോറിംഗ് ദ സയൻസ് ബിഹൈൻഡ്, അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് എക്സ്റ്റാബ്ലിഷ് എന്ന് വെച്ചാൽ റിക്വസ്റ്റ് റാഷണൽ ഡിഡക്റ്റീവ് അനാലിസിസ് ഓഫ് സയൻറ്റിഫിക് എവിഡൻസസ് ആൻഡ് ദിസ് നീഡ് എ ഫ്രെയിംവർക്ക് ഫോർ അനാലിസിസ്. പലപ്പോഴും ഒരു വസ്തു, ഇപ്പം എൻഡോസൾഫാൻ തളിച്ച മേഖല ഒരു സാധനം അധികം കണ്ടു എന്നുള്ളത് കൊണ്ട് എൻഡോസൾഫാൻ ഉണ്ടാക്കണമെന്നില്ല. അത് ഏതൊരു വസ്തു ആയാലും ഏതൊരു ടോക്സിൻ ആയാലും ആ തളിച്ച സ്ഥലത്ത് ഒന്ന് അധികമായി കാണുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഡോസൾഫാൻ കൊണ്ട് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആ ടോക്സിൻ കൊണ്ട് ഉണ്ടാവണമെന്നില്ല. അതിന് വ്യക്തമായ ഫ്രെയിംവർക്കുകൾ നമുക്ക് ആവശ്യമാണ്. ലോകത്തൊട്ടാകെ പല ഫ്രെയിംവർക്കുകളും നമുക്ക് പല ഡിസ്കഷൻ പലതും വന്നെങ്കിലും 60കൾ തൊട്ട് തന്നെ വളരെ ഫേമസ് ആയുള്ള ഹിൽസ് ക്രൈറ്റീരിയ എന്ന് നമ്മൾ വിളിക്കുന്ന ഹിൽസ് പ്രിൻസിപ്പിൾസ് ഓഫ് കോസാലിറ്റി. ഒരു ടോക്സിൻ അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു ഏജന്റ് ഒരു അസുഖം ഉണ്ടാക്കുന്നു എന്ന് പറയണമെങ്കിൽ, ഒരു രോഗാവസ്ഥ ഉണ്ടാക്കുമെന്ന് പറയണമെങ്കിൽ ഹിൽസ് ക്രൈറ്റീരിയ, ഹിൽസ് പ്രിൻസിപ്പിൾസ് ഓഫ് കോസാലിറ്റി എന്നുള്ള സംഭവം മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടെ ടോക്സിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈയിടെ 2012 USEPA റിസ്ക് അസസ്മെന്റ് ടൂൾ കിറ്റ് ഒരു സിറ്റിസൺസ് ഗൈഡ് എളുപ്പത്തിൽ ഒരു സിറ്റിസൺസ് ഗൈഡ് എന്ന രീതിയിലാക്കിയത്. ബട്ട് വി വിൽ ഗോ ഫോർ ദ റിഗറസ് പ്രിൻസിപ്പിൾസ് ഓഫ് കോസാലിറ്റി ഇനീഷ്യലി. സോ വെൻ യു ഹാവ് എ ഫ്രെയിംവർക്ക്, now the important question is what goes to the framework. പത്ര റിപ്പോർട്ടുകൾ വെച്ച് ഫ്രെയിംവർക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം പത്ര റിപ്പോർട്ടുകൾ ശാസ്ത്രീയ അടിത്തറയുള്ള വസ്തുതകളല്ല. അത് കേസ് സീരീസ് നമ്മൾ പലപ്പോഴും കുറച്ച് ദിവസങ്ങളായി കാണുന്ന പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ശാസ്ത്ര അടിത്തറ ഇല്ലാത്ത വസ്തുതകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസ് ആയിരിക്കും. ബട്ട് വാട്ട് വി ആർ ലുക്കിംഗ് ഈസ് പ്രിയർ റിവ്യൂഡ് സയൻറ്റിഫിക് ജേർണൽസിൻ്റെ അകത്ത് വന്ന പബ്ലിക്കേഷൻസ് ആയിരിക്കണം നമ്മൾ അടിസ്ഥാനമായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വാട്ട് എക്സാക്ട്ലി വി ലുക്ക് ഫോർ. ഇപ്പോൾ ടോക്സിക്കോളജി സ്റ്റഡി നടത്തുമ്പോൾ ഒരു വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വി ജസ്റ്റ് കാൺട്ട് ഗോ ഫോർ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ വിച്ച് ഇസ് കോൾഡ് ആസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ മെഡിക്കൽ ടെസ്റ്റ്. കുറച്ചിപ്പം 2 വിഭാഗം ഉണ്ടെങ്കിൽ പകുതി ആൾക്കാർക്ക് എൻഡോസൾഫാൻ നൽകിക്കൊണ്ടും മറ്റൊരു ആൾക്കാർക്ക് എൻഡോസൾഫാൻ നൽകാതെ നടത്തുന്ന, അവർ രണ്ടുപേരും ബ്ലൈൻഡ് ചെയ്ത് ബ്ലൈൻഡ് ഇൻ ദ സെൻസ് ദാറ്റ് അവർക്കറിയില്ല അവർ കിട്ടുന്നതെന്നാണ്, കൊടുക്കുന്ന അനലൈസ് ചെയ്യുന്ന ആൾക്കും അറിയില്ല. അങ്ങനെ ട്രിപ്പിൾ ബ്ലൈൻഡഡ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയും. അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ മെഡിക്കൽ ടെസ്റ്റിംഗ്. ബട്ട് വി ജസ്റ്റ് കാൺ ഡു ദാറ്റ് ഡ്യൂ ടു എത്തിക്കൽ കൺസിഡറേഷൻ. കാരണം ഒരു ടോക്സിൻസ് അറിഞ്ഞുകൊണ്ട് ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ഇസ് റൂൾഡ് ഔട്ട്. നൗ USEPA നോക്കിയാലും റെഫറൻസ് ഗൈഡ് ഫോർ എപ്പിഡമോളജി, അത് നമ്മൾ പഠിക്കുന്ന പുസ്തകമാണ്. വി സ്റ്റഡി ഡ്യൂരിങ് എപ്പിഡമോളജി ക്ലാസ്സസ് ഡ്യൂരിങ് MPH. അതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചാൽ there are 2 methods of studying, അല്ലെങ്കിൽ 2 more important methods of studying toxic environmental agents. That is observational population studies. The population who is exposed, അല്ലെങ്കിൽ population is already exposed ആയ populationോ അല്ലെങ്കിൽ animalsനെയോ അതിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. You just can't intervene, you observe. You inflict ചെയ്യാൻ പറ്റില്ല, ഒബ്സർവ് ചെയ്യാന്നില്ല. രണ്ടാമത് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ഇൻ ആനിമൽസ്. ഹിയർ കംസ് ദ ആനിമൽ സ്റ്റഡി. പലപ്പോഴും ആനിമൽ സ്റ്റഡി അത് ആനിമൽസിലല്ലേ. ആനിമൽസിലെ സ്റ്റഡി ബയോളജിക്കൽ പ്ലോസിബിലിറ്റി പോലുള്ള അസുഖം എങ്ങനെ ഉണ്ടാവും എന്നുള്ള പഠിക്കാൻ ആനിമൽ സ്റ്റഡീസാണ് ഉപയോഗിക്കുക. പക്ഷേ ആനിമൽ സ്റ്റഡീസ് വിത്ത് എ കോഷൻ നമ്മളത് മെന്നിലേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്യുന്ന സമയത്ത്. സോ
Let's put our things into the principles of causality, Hill's criteria. മേജർ ഹിൽസ് ക്രൈറ്റീരിയ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ടെമ്പറാലിറ്റി. ഒന്ന്, നമ്മുടെ എൻഡോസൾഫാൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയാം. എൻഡോസൾഫാൻ തളിച്ചതിന് ശേഷം, അതായത് ടെമ്പറാലിറ്റി എന്ന് പറഞ്ഞാൽ ദ എക്സ്പോഷർ ഷുഡ്, അതിന് ശേഷമായിരിക്കണം എക്സ്പോഷർ ഉണ്ടായിരിക്കണം. ഒന്ന്, എക്സ്പോഷർ ഉണ്ടോ എന്നുള്ള ഒന്ന്, എക്സ്പോഷർ ഉണ്ടായിരിക്കണം. എക്സ്പോഷർ വരുന്ന അസുഖം എക്സ്പോഷറിൻ്റെ കൂടെ തന്നെ അസോസിയേഷൻ, അതായത് എക്സ്പോഷർ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന അസുഖങ്ങളുടെ കണക്ക് തോത് വ്യത്യസ്തമായിരിക്കണം. ആ വ്യത്യസ്തമായതിനു ശേഷം ഈ എക്സ്പോഷർ മാറുന്ന സമയത്ത് ഈ എഫക്റ്റ് കുറയും വേണം എന്നുള്ളതാണ് ടെമ്പറാലിറ്റി അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ, ഉദാഹരണത്തിന് സിഗരറ്റ് വലിക്കുന്ന ആളും സിഗരറ്റ് വലിക്കാളത്താളും തമ്മിലുള്ള അവരുടെ റിസ്ക് എത്രയാണ്, എത്ര വലിക്കുന്നവരും വലിക്കാത്ത തമ്മിൽ ലങ് ക്യാൻസർ ഉണ്ടാവേണ്ട റിസ്ക് എത്ര, അങ്ങനെ സ്ട്രെങ്ത് നോക്കുന്നത് എത്ര ഇരട്ടി റിസ്ക് ആണെന്നുള്ളത് നോക്കുന്നത് സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ. കൺസിസ്റ്റൻസി ഓഫ് അസോസിയേഷൻ, കാരണം പലപ്പോഴും പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണോ എൻഡോസൾഫാൻ അടിച്ച്, അല്ല, മറ്റ് സ്ഥലങ്ങളിൽ അടിച്ചിട്ടുണ്ട്, അവിടെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള സ്റ്റഡീസ് ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തേണ്ടി വരും. ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ് കംസ് ടു ഡോസ് റെസ്പോൺസ്. വെൻ ടേക്ക് ദ ഡോസ് റെസ്പോൺസ് ദർ ഈസ് പ്രോബ്ലം വിത്ത് ദാറ്റ്. കാരണം അതിൻ്റെ ബയോ അക്യുമുലേറ്റർ ക്യാരക്ടർ, കുറേ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടോക്സിൻസ് മേക്സ് ഇറ്റ്, അതിൻ്റെ ടോക്സിക്കോളജിക്കൽ പ്രൊഫൈലെല്ലാം നോക്കുന്ന സമയത്ത് ഡോസ് റെസ്പോൺസ് നോക്കുമ്പോൾ വി ഷുഡ് ബി ബിറ്റ് കോഷ്യസ് അബൌട്ട് ബയോളജിക്കൽ പ്ലോസിബിലിറ്റി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ബയോളജിക്കൽ പ്ലോസിബിലിറ്റി. ബിക്കോസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തളിച്ച മേഖലയിൽ എൻഡോസൾഫാൻ തളിച്ച മേഖലയിൽ തളിക്കാത്ത മേഖലയിൽ ഒരു അസുഖം കൂടുതലായി കണ്ടു. ആ അസുഖം നോക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസും ഉണ്ട്, പക്ഷേ അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദാറ്റ് ഈസ് ബയോളജിക്കൽ പ്ലോസിബിലിറ്റി എന്നുള്ള. നൗ നമ്മൾ ആദ്യത്തെ രണ്ട് കാര്യം നോക്കാം, ടെമ്പറാലിറ്റി ആൻഡ് അസോസിയേഷൻ എന്ന് പറയുന്ന ഫീച്ചർ. ഹ്യൂമൻ എക്സ്പോഷർ, മനുഷ്യൻ്റെ എക്സ്പോഷർ ഉണ്ടാകുന്ന പല രീതിയുണ്ട്. ഒക്യുപ്പേഷണൽ എക്സ്പോഷർ ആണെങ്കിൽ പറയുന്നത് USEPA റിപ്പോർട്ട് 2007 നോക്കുകയാണെങ്കിൽ, it indicates a risk for mixers, loaders and applicators for majority of users, even with it indicates risk for users even with maximum personal protective equipments and engineering controls. USEPA 2007. That even in this control settings. അതിൻ്റെ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. Non-occupational exposure through food and water, through inhalation. There are immense number of study which indicates that food contamination, water contamination indicate then inhalation through air, then thermal contact, അങ്ങനെയുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് വഴി, ഡ്രിങ്കിങ് വാട്ടർ വഴി വരാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ക്രോസ് ദ പ്ലാസെന്റൽ ബാരിയർ. വെരി ഫ്യൂ കെമിക്കൽസ് ആക്ച്വലി ക്രോസസ് പ്ലാസെന്റൽ ബാരിയർ. പ്ലാസെന്റൽ ബാരിയർ ക്രോസിട്ട് ഫീറ്റസിനെ അഫക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, we were wondering why fetus get mental retardation അതുണ്ടാവുന്നത്. ഇപ്പം മെൻ്റൽ റിട്ടാർഡേഷൻ ഫീറ്റസിൽ വൈ പീപ്പിൾ ഗെറ്റ് മെൻ്റൽ റിട്ടാർഡേഷൻ, ദർ ഇസ് എൻ ഓർഗാനിക് ഡിഫോമിറ്റി. അതിൻ്റെ ഒരു എൻസൈം, ഐ വിൽ കം ടു ദാറ്റ്, അതിൻ്റെ സ്പെസിഫിക് സിസ്റ്റം പറയുന്ന സമയത്ത്. സോ ഇറ്റ് ക്യാൻ കോസ് ദ പ്ലാസെന്റൽ ബാരിയർ. Then it is found to be contaminated in the breast milk in various studies, including the study done by IIT Kanpur in 2002. So this is another study done by this is the studies done by the IIT Kanpur, which says that breast milk infants consumed 8.6 times more endosulfan, 4.1 times more malathion. Risk, this is a major, ഇതൊരു പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. റിസ്ക് രണ്ട് തരത്തിലാവാം. ഇറ്റ് ക്യാൻ ബി അഗ്രിഗേറ്റ് റിസ്ക് ഓർ ക്യുമുലേറ്റീവ് റിസ്ക്. അഗ്രിഗേറ്റ് റിസ്ക് പറഞ്ഞാൽ എൻഡോസൾഫാൻ മാത്രം തളിച്ചൊരു മേഖല, അല്ലെങ്കിൽ എൻഡോസൾഫാൻ മാത്രം വന്ന സംഭവം, അത് വളരെ ഐഡിയൽ കണ്ടീഷനാണ്. കാസർഗോഡ് അങ്ങനെ ഉണ്ടായെന്ന് പറയുമെങ്കിലും നമ്മൾ എൻഡോസൾഫാൻ മാത്രം തളിക്കുക എന്ന് പറയുന്നത് ഒരു കൃഷി സ്ഥലത്ത് എത്ര പ്രായോഗികതയുണ്ട്. അപ്പം അത്തരം അഗ്രിഗേറ്റ് പോയ്സണിങ്, സിംഗിൾ പെസ്റ്റിസൈഡ് മൾട്ടിപ്പിൾ ഇൻഹലേഷൻ വഴിയോ ശ്വാസകോശം വഴിയോ ഡെർമൽ വഴിയോ മറ്റ് പല രീതിയിലും സ്കിന്ന് വഴി എല്ലാം വരുന്നതെല്ലാം കൂട്ടി risk associated with all pathways of root exposure to a single pesticide. Cumulative poison, this is more important. Cumulative poison, you see multiple types of, for example, the organochloric pesticides, or Eldin, Digeldin, Taxophene, Heptachlor, അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പം ഇതെല്ലാറ്റിൻ്റെയും ഓൾമോസ്റ്റ് എൻ്റെ ആക്ഷൻസ് എല്ലാം പറയപ്പെടുന്നത് 13 to 35% ഓഫ് ദ ICR കമ്മിറ്റി റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 13 to 35%, 13 to 35% പെസ്റ്റിസൈഡ്സിന് ഇതുപോലത്തെ ഫീച്ചേഴ്സ് വേരിയിങ് ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടെന്നാ. ദിസ് ക്യുമുലേറ്റീവ് പോയ്സണിങ് ആക്ച്വലി ആഡ്സ് ടു ദ എൻ്റയർ പോയ്സണിങ് ഓഫ് ഇത് ഒരു വ്യക്തിയുടെ ക്യുമുലേറ്റീവ് പോയ്സണിങ് ആണ് മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ അഗ്രിഗേറ്റ് പോയ്സണിങ്. കാരണം മൾട്ടിപ്പിൾ ഫോർമാറ്റ്സിൽ പല രീതിയിൽ വരാം. നോട്ട് ഗെറ്റിംഗ് ടു ദാറ്റ് ഇതുണ്ട്. കാസർഗോഡിലെ വിഷയം ഒരു എല്ലാവർക്കും അറിയാം. എൻഡോസൾഫാൻ എന്താണെന്ന് പറഞ്ഞു തുടങ്ങാത്ത അതുകൊണ്ട് തന്നെയാണ്, കാരണം എൻഡോസൾഫാൻ അത്രയും കേട്ട് പരിചയമുള്ള സംഭവമാണ്. കാസർഗോഡ് 3 പ്ലാന്റേഷൻ ഇതിൻ്റെ കീഴിലുണ്ട്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കീഴിൽ. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ 11 പഞ്ചായത്താണെങ്കിലും അത് 74 കഷ്ണമായിട്ടാണ്. അതൊരു വലിയ ഫാക്ടറാണ്. കാരണം 74 കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ, തൊട്ടപ്പുറത്ത് പിന്നെ റെസിഡൻഷ്യൽ ഏരിയ, അങ്ങനെ എൻ്റെ ഒരു ജിയോഗ്രഫി അങ്ങനെയാണ് കിടക്കുന്നത്.
1978 തൊട്ട് അടിച്ചു എന്നാണ് അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. 2 or 3 times in a year. പിന്നെ ഇറ്റ് വാസ് ഡൺ ടു അണ്ടർടേക്കൻ കണ്ടെയ്ൻ മെനസ് ഓഫ് ടീ മൊസ്കിറ്റോ ബഗ്. അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അടുത്ത് ടീ മൊസ്കിറ്റോ അവിടെ കൂടുതലായിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ ടീ മൊസ്കിറ്റോനെ കുറിച്ച് അതിൻ്റെ ഒരു സ്റ്റഡിയോ അതില്ല. അതായത് വെൻ യു സേ ദാറ്റ് ഇറ്റ് വാസ് ഡൺ ടു കണ്ടെയ്ൻ ദ മെനസ്, ദർ ഷുഡ് ബി ദ സ്റ്റഡി ഫോർ സബ്സ്റ്റാൻഷിയേറ്റിംഗ് ദാറ്റ്. അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ട് 2000. എന്നാൽ ഈ ടെമ്പറാലിറ്റി എക്സ്പോഷർ ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ പല സാധനങ്ങളും പലതും നോക്കി. അപ്പോൾ നമ്മൾ ടെമ്പറാലിറ്റി അസോസിയേഷൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകുന്ന സമയത്ത് വൺ റിലയബിൾ സോഴ്സ് ഈസ് ദ കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ് ഇൻ 2001 which looks into the way the plantation corporation has done this thing. The committee observed that it was clear that the spraying was done in a casual manner without any technically qualified person under the PCK's employment. All functionaries of the district and Gram Panchayats were testified that necessary rules for area spraying were not observed. Reports of alleged endosulfan poisoning began in 1979 itself. അതിൻ്റെ പത്രവാർത്തകളെല്ലാം അന്ന് തന്നെ തുടങ്ങിയിരുന്നു. അതിൻ്റെ അനക്സ് അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ അനക്സ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡിസ്ട്രിക്ട് കളക്ടർ stated that the committee in the cut clarity. The corporation has conducted aerial spraying without taking proper precautionary measure, and the spraying was conducted not within the stipulated period for the permission was granted. This evidently, he stated that the procedures to monitor the effects of spraying were being ascertained. It evidently means that no mechanism to monitor the effects at the district administration level. അത് വളരെ ക്ലിയറായി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പറയുന്നത് എത്ര പെസ്റ്റിസൈഡ് അടിച്ചു, എങ്ങനെ അടിച്ചു എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഡാറ്റ PCKയുടെ കയ്യിൽ തന്നെ ഇല്ല. അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനമില്ല. അത് അടിക്കാൻ വേണ്ടി ടെക്നിക്കലി ക്വാളിഫൈഡ് ആൾക്കാരില്ല. ഇറ്റ് വാസ് വെരി കാഷ്വലി ഡൺ. കാരണം എത്ര പെസ്റ്റിസൈഡ് അടിച്ചു, എങ്ങനെ അടിച്ചു എന്നുള്ളത് അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ട് തൊട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും ICMR കമ്മിറ്റി, അതായത് സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി ആയാലും അവരെല്ലാം പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടും ഒരു വ്യക്തമായ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളക്ക് സാധിച്ചിട്ടില്ല, എത്ര എപ്പോൾ എങ്ങനെ അടിച്ചു എന്നുള്ളത്. The committee came to the following conclusion. Achyutan committee report. The undulating nature of the land, presence of large number of water bodies and human inhabitation in the near the plantation make the area unsuitable for aerial spraying of pesticide. The protocols for aerial spraying of pesticide was not strictly followed by PCK. The same pesticide were repeatedly used in about 2 decades against the recommendation practice of rotating the different pesticides. There was no arrangement to see whether the protocol was followed and to monitor the effects of spraying. There is a widespread complaint among the local people about this thing. Achyutan committee report il parnadu. Even pesticide manufacturers and formulator association agreed before the committee that continuous use of endosulfan is not advisable, as per the committee report. By 1990s, health disorders of very serious nature came into being. Dr. Y.S. Mohan Kumar study was not at all a scientific എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ചെയ്തില്ല. I just consider that his observation, mainly when you take the pyramid of evidences, which falls in the lowest categories, case series or case reports. This I see as a case report and case series, not as an observational study or any cross-sectional study. So this can be considered as a case series only. Y.S. Mohan Kumar sir അത് പബ്ലിഷ് ചെയ്തു, then which later അതിൻ്റെ റിസർച്ചിലേക്ക് കടക്കുന്നില്ല, because it's not a scientific study, it's just a CSE, Center for Science and Environment 2001 അതിനെ പഠിച്ചു. CSEയുടെ സ്റ്റഡിക്കകത്ത് ഈ പെസ്റ്റിസൈഡ്സിൻ്റെ അളവുകളൊക്കെ വളരെ കൂടുതലായിട്ട് കണ്ടെത്തി. പക്ഷേ അതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ CSEയുടെ സ്റ്റഡി മാത്രമല്ല, അതിനുശേഷം നടന്ന NIOHൻ്റെ സ്റ്റഡി ആയാലും കാലിക്കറ്റ് മെഡിക്കൽ സ്റ്റഡി ആയും ഈ പെസ്റ്റിസൈഡിൻ്റെ മോണിറ്ററിങ്, അതായത് ബയോകെമിക്കൽ മോണിറ്ററിങ്ങിൽ വലിയൊരു അപാകത സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി ചെയ്തതിന് ശേഷം അത് കൺഫേം ചെയ്യാൻ മാസ് സ്പെക്ട്രോമെട്രി ചെയ്യണം. ഈ മാസ് സ്പെക്ട്രോമെട്രി പലപ്പോഴും ചെയ്തിട്ടില്ല, പലപ്പോഴും നല്ല പ്രാക്ടിക്കലി ചെയ്തിട്ടില്ല എന്ന് പറയാം. ഒരു സാമ്പിളിനെങ്കിലും എടുത്തിട്ടൊന്ന് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഇത് കിട്ടിയേനെ. പക്ഷേ സിസ്റ്റമാറ്റിക്കലി എല്ലാ സ്റ്റഡീസും അത് ഫ്ലോ ചെയ്തു എന്നുള്ളത് വലിയൊരു നിരാശയാണ് ശരിക്കും പറഞ്ഞാൽ. CSEയുടെ സ്റ്റഡി ആയാലും NIOHൻ്റെ സ്റ്റഡി ആയാലും കാലിക്കറ്റ് മെഡിക്കൽ സ്റ്റഡി ആയാലും, വിച്ച് മേക്സ് ദാറ്റ് ഈ ടോക്സിൻസിൻ്റെ ലെവല് നമുക്ക് ഇപ്പം അത് അസസ് ചെയ്യാൻ വെച്ച് സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക്. Now CWRDM is doing a good work. CWRDM has been continuously monitoring the endosulfan pesticide level in the district at various spots, and they have come out with saying that again their studies also need to be mass spectrometry ചെയ്യണം. ഇപ്പോൾ ഒരു ഇത് ഗ്യാസ് ക്രോമറ്റോഗ്രാഫി വെച്ച് തന്നെ ചെയ്യുന്നത്. സോ ബട്ട് ഇറ്റ്സ് നൗ ദ മോണിറ്ററിങ് അതിന് കൃത്യമായിട്ട് കുറഞ്ഞു വരുന്നതിൻ്റെ കണക്കുണ്ട്. NIOH study. ഈ NIOH study സ്റ്റാർ ഇട്ടിരിക്കുന്നത് these are not published literatures, these are studies which are relevant to that places which were done, അതിൻ്റെ പബ്ലിഷ് ഭാഗത്തേക്ക് മാത്രം കിടക്കുന്നില്ല.
And ഇതിൻ്റെ investigation of unusual illness allegedly produced by endosulfan extraction in Padre village of Kasaragod district. Conclusion by NIOH is there is significantly higher prevalence of neurobehavioral disorders, congenital malformation in female subjects and abnormalities related to male reproductive system in the study group as compared to the compared group, that exposed and unexposed population. This part got published. ഈ ഭാഗമാണ് ഇതിൻ്റെ ഈ NIOH സ്റ്റഡിക്കകത്ത് പബ്ലിഷ് ചെയ്യപ്പെട്ട സ്റ്റഡി എന്ന് പറയുന്നത് ഇതാണ്. അത് ലുക്കിംഗ് അറ്റ് ദ ടാനർ സ്റ്റേജസ്, അതായത് സെക്ഷൽ മെച്യൂരിറ്റി, ആൺകുട്ടികളുടെ സെക്ഷൽ മെച്യൂരിറ്റി നോക്കിയുള്ള സ്റ്റഡി ഇത് പബ്ലിഷ് ചെയ്തു. ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ എ വെൽ പ്രിവ്യൂ പിയർ റിവ്യൂഡ് ജേണൽ എൻവയോൺമെന്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവ്. അതിനകത്ത് ഇറ്റ് ഷേസ് ദാറ്റ് the endosulfan exposure in male children may delay the sexual maturity and interfere with sex hormone synthesis. Then CMC study, the reproductive health events like infertility, like CMC study is Calicut Medical Study. Again, it's not published now till now, but in relevance ഉണ്ട്. അത് പറയാൻ വെച്ചാൽ that is puberty, abortion, intrauterine deaths, stillbirths, neonatal child deaths were significantly higher in the study population compared to the control population. Among the youth population, the rate of surgery for any heart diseases, hernia, genitourinary causes were higher in the area of study group than control group. Now, 2011 മെയ് 13 സുപ്രീം കോടതി ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റിയുടെ മാൻഡേറ്റ് ഇതായിരുന്നു. പെസ്റ്റിസൈഡ് കമ്പനികൾ പറഞ്ഞു, പെസ്റ്റിസൈഡ് മാനുഫാക്ചേഴ്സ് ഫോർമാറ്റ് അസോസിയേഷൻ പറഞ്ഞു ഇതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഈ കേരള ഗവൺമെന്റും അന്ന് കേസ് കൊടുത്തിരുന്ന ഡിവൈഎഫ്ഐയും പറഞ്ഞു വെച്ചാൽ ആ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് കമ്മിറ്റി അപ്പോയിന്റ് സുപ്രീം കോടതി തീരുമാനിച്ചു. അതായത് ബാൻ ചെയ്തിട്ട്, അതായത് പ്രിക്കോഷണറി പ്രിൻസിപ്പിളിന്റെ മുകളിൽ ബാൻ ചെയ്തിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു, വിച്ച് വാസ് ജോയിന്റ്ലി ചെയർഡ് ബൈ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ ചെയർമാനായ സെക്രട്ടറി ജനറലായ വിശ്വമോഹൻ കട്ടോച്ചും പിന്നെ ICAR ഡയറക്ടറും കൂടി ഒരുമിച്ച് ചെയർ ചെയ്ത് ഇതാണ് കമ്മിറ്റിയാണ്. ICMR പല സിറ്റിങ്ങും പല സ്ഥലത്തും ഞാൻ പലരോടും അവിടെ പോയിട്ടുണ്ട്. ജോയിന്റ് കമ്മിറ്റി റിപ്പോർട്ട് എടുത്തു. അവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കോടതി അവരോട് പറഞ്ഞായിരുന്നു വെച്ചാൽ വെദർ മോർ സ്റ്റഡീസ് ആർ നീഡഡ് യു ഡു ദാറ്റ്, ഓർ ഇപ്പം അസസ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട് ചെയ്യുക, മറ്റ് സംസ്ഥാനങ്ങളിലും പബ്ലിഷ് ചെയ്ത സ്റ്റഡീസ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അങ്ങനെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ICR സ്റ്റഡിയാണ്, ഇവിടെയാണ് ഇതിൻ്റെ റിവ്യൂവിൻ്റെ ആവശ്യം വരുന്നത്. NIOHന്റെ സ്റ്റഡിയുടെയും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റഡിയുടെയും മെത്തഡോളജി, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ സാമ്പിൾ സൈസ്, കാരണം സാമ്പിൾ സൈസ് വെച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് വളരെ ലിമിറ്റേഷൻ ഉണ്ട്. സാമ്പിൾ സൈസ്, അതിൻ്റെ റോ ഡാറ്റ എടുത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും ആധികാരികമായിട്ട് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്ന സെൻറ്ററിലേക്ക് കൊടുത്തു. ദേ കെയിം ഔട്ട് വിത്ത് റിപ്പോർട്ട് റിപ്രൊഡക്റ്റീവ് മോർബിഡിറ്റി, അതിന് നോക്കുന്ന ഫിസിക്കൽ ഡിസബിലിറ്റി രണ്ട് ഇതിനും വേണ്ടി വ്യത്യസ്തമായി കണ്ടെങ്കിലും സാമ്പിൾ സൈസ് വാസ് ടു സ്മോൾ ഇൻ ബോത്ത് ഓഫ് ദ സ്റ്റഡീസ്. ദാറ്റ് അതിൻ്റെ ഒരു പ്രശ്നം കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ മച്ച് മോർ സ്റ്റഡീസ് നീഡ് ടു ബി നീഡഡ്. ബട്ട് reproductive morbidity കുറിച്ച് പറഞ്ഞു that it was statistically significant in the case of infertility and abortion, indicate the probable effect of endosulfan is gradually coming so. ഇത് അവരുടെ സ്റ്റഡിയിലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാനത്തെയും മറ്റേ ഇതിൻ്റെയും തമ്മിലുള്ളൊരു കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം. പക്ഷേ ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് റാൻഡം എററാണ്. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാന്നുള്ളത് കൊണ്ട് തന്നെ ഈ that was also taken into consideration that as an effect modifier and ഒരു എന്താ എഫക്റ്റിനെ ഡൈല്യൂട്ട് ചെയ്യുന്നൊരു സംഭവമായിട്ട് കൺസിഡർ ചെയ്തു. ബട്ട് സ്റ്റിൽ വി ഗോട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻറ്റ്. പിന്നെ ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ ഡെത്ത്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരൊറ്റ സമയത്ത് ക്യാൻസർ നോക്കിക്കഴിഞ്ഞാൽ പ്രിവലൻസ് മേ ബി ഡിഫറെൻറ്റ് ബിക്കോസ് മേ നോട്ട് ബി സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് അതിൻ്റെ അത് ഉണ്ടാവേണ്ട സർവൈവൽ റേറ്റ് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ക്യാൻസർ ഡെത്ത്സ് നോക്കി, ക്യാൻസർ ഡെത്ത്സ് കൂടുതൽ എവിടെയാണെന്ന് നോക്കണം. ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ ഡെത്ത്സ് ബിലോ 50 years വാസ് ഹൈ in the exposed population as compared to the unexposed population in the control area. The prevalence of congenital abnormalities in ജനിതക വൈകല്യങ്ങൾ 12 വയസ്സിന് താഴെയുള്ളവരുടെ ജനിതക വൈകല്യങ്ങളും അതിന് മുകളിലുള്ള വൈകല്യം നോക്കിയപ്പം ഇത് കൃത്യമായിട്ട് പറയുന്നത് prevalence of congenital abnormality among the school children above 12 years age, that is before the ban of endosulfan spray, was significantly higher in the affected population when compared to the control area. Compared to the NIOH study, the congenital malformations came down from 4.6 in the affected area to the drop to 2.4% ആയിട്ട് അത് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളത് അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അഫക്റ്റഡ് ഏരിയയിൽ 4.6 2.5 ആയിട്ട് 4 ആയിട്ട് ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ കൺട്രോൾ ഏരിയയിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ദാറ്റ് മേ ബി ദ എഫക്ട് മോഡിഫയർ പാർട്ട് ഓഫ് ദാറ്റ്.
കമ്മിറ്റി ഒബ്സർവ് ചെയ്ത റെസ്പോൺസ് കാര്യമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ദ കമ്മിറ്റി ഫൈനൽ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്, committee observed that endosulfan is important health hazards, biological effects related to endocrine disruption, carcinogenicity, congenital abnormalities, and reproductive and neurological abnormalities. The published research was searched to look such ill effects for other registered pesticide. 13-35% pesticide ഈ എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു വിഷയമല്ല, കാരണം which indicates that our food is still getting contaminated. പിന്നെ ഇതേ സ്ഥലത്ത് ഈ കാസർഗോഡ് തന്നെ മണിപ്പാൽ യൂണിവേഴ്സിറ്റി 2011 സ്റ്റഡി നടത്തി. പബ്ലിഷ് ചെയ്ത് 2012 ഫെബ്രുവരിയിലാണ്. അവർ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജ് എന്നുള്ള ഇതിൽ അവർ സാമ്പിൾ എടുത്തിട്ട് ചെയ്ത പരിപാടിയാണ്. വെച്ചാൽ വാട്ട് ദേ ഫൗണ്ട് ഔട്ട്, ബ്ലഡ് ക്യാൻസറുള്ള കുട്ടികളുടെ എൻഡോസൾഫാൻ ബ്ലഡിലുണ്ടെങ്കിൽ, അതായത് ബോൺ മാരോയിലുണ്ടെങ്കിൽ ബ്ലഡ് ക്യാൻസർ ഉണ്ടാവേണ്ട ചാൻസ് ഇല്ലാത്തവരെക്കാൾ എത്ര കൂടുതലാണെന്ന് നോക്കി. വാട്ട് ദേ ഫൗണ്ട് വാസ് സ്റ്റണ്ണിങ്. ദ ഓഡ്സ് റേഷ്യോ ഓഫ് ഹെമറ്റോളജിക്കൽ ചിൽഡ്രൻ വിത്ത് എൻഡോസൾഫാൻ ഇൻ ബോൺ മാരോ to those of with no endosulfan in bone marrow is 7.5. Means if somebody is having endosulfan in bone marrow is 7.5 times more risk of getting a blood cancer rather than a person who doesn't have endosulfan in bone marrow. Relevance evide paranjal, if you look at smoking and lung cancer, the odds ratio is somewhere around 3.5 to 4.5. If you are a chronic smoker, lung cancer varanada chance sadharana population ekkalum 3.5 തൊട്ട് 4.5% ഉള്ളൂ, അല്ല 5 ഇരട്ടി ഉള്ളൂ. അതേസമയം if you have which is of നമ്മുടെ തെറ്റുകൊണ്ട് വരുന്നില്ലല്ലോ അത്. Now what we discussed is the temporality and the association. The other part will be getting in consistency of and strength of association. Now we will look similar incidents എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, പാസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ, similar occurs in other area, പിന്നെ presence of corroborating evidences. Here we will look at the odds ratio, RRL നോക്കുന്നത്, that is relative risk. There is a beautiful study which was done by Indian Council of Medical Research again in Jabalpur in Madhya Pradesh. What they did was, ഒരു സ്ഥലത്ത് കാര്യമായിട്ട് ഈ സീഷർ ഡിസോർഡേഴ്സ് കൂടുതലായിട്ട് കണ്ടു. ആ സീഷർ ഡിസോർഡർ ഏരിയയിലേക്ക് ആദ്യം NIV വിട്ടു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വിട്ടു. They did not find any virus and came back. Then National Institute of Occupational Health went over there, and what they found that the contamination of wheat flours with endosulfan and its consumption over a period of time was the most likely cause of repeated episodes of convulsion. You can always see in most of the Indian studies, when you say it association, we are just going to the causality. Technically, most likely cause എന്ന് പറയുന്നതിനേക്കാളും it is associated എന്ന് എഴുതിയാൽ മതി. കാരണം association is just a part of causality. So we're just saying that there is an association between the contamination of the wheat with the endosulfan and the repeated episodes of convulsions. Now ഒരു ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ടീം വന്നിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഇന്റർവ്യൂക്ക് വന്നിരുന്നു. അപ്പോൾ അവിടെ ഒരു സയന്റിസ്റ്റ്, ഐവൻ കെനഡി എന്നുള്ള സയന്റിസ്റ്റ് എന്ന് തോന്നുന്നു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കേരളത്തിൽ ഒരു എൻഡോസൾഫാൻ അടിച്ചതൊക്കെ പഞ്ചാബിൽ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഈ ടീം നെക്സ്റ്റ് പഞ്ചാബിൽ പോയിട്ട് അവരിങ്ങോട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു വെച്ചാൽ, വി ആർ സ്റ്റാൻഡിങ് ഇൻ ബറ്റിൻഡെയറിലെ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുകയാണ്, ആൻഡ് ദ ക്യാൻസർ ആൻഡ് ദ ട്രെയിൻ കമ്മിങ് ഓവർ ഹിയർ ഇസ് കോൾഡ് ആസ് ക്യാൻസർ ട്രെയിൻ. ആൻഡ് see, one of the review which came in 2000, this is the latest publication, ഇത് പബ്ലിഷ് ചെയ്താണ്, പക്ഷേ അടുത്ത വർഷം അതിൻ്റെ ഇത് വരിക, ഡേറ്റ് വരിക. ഇന്റർനാഷണൽ ജേർണൽ ഓൺ ഹ്യൂമൻ ആൻഡ് ഇക്കോളജിക്കൽ റിസ്ക് അസസ്മെന്റ്. അത് ഇഫക്ട്സ് ഓഫ് എൻവയോൺമെന്റൽ പെസ്റ്റിസൈഡ് ആൻഡ് ഹെൽത്ത് ഓഫ് റൂറൽ കമ്മ്യൂണിറ്റീസ് ഇൻ മാൽവ region of Punjab. The region is described as a cancer capital. It's a published literature, cancer capital due to abnormally high number of cancer cases which are increased threefold in the last 10 years. Sharp increase in many other pesticide-related diseases such as mental retardation and reproductive disease. Maybe you just cannot figure out what amount was contributed by endosulfan, but because that's another pesticide company trick. പലതും cocktail ആയിട്ട് കൊടുക്കും. That's why I'm saying the most important risk assessment is the cumulative risk assessment rather than aggregate, because aggregate എന്ന് പറഞ്ഞാൽ ഒരു pesticide എപ്പോഴും കൊടുക്കാൻ, that doesn't happen in a field situation. Cumulative poison with cumulative effects needs to be verified. That's the effects of organophosphorus. Next, പഞ്ചാബിലെ തന്നെ സ്റ്റഡിയാണ്. അതിൻ്റെ pesticide exposure may be potential risk for adverse reproductive and child health outcomes. Again, it's done by a postgraduate institute and PGI Chandigarh എന്നുള്ള recognized institute, and it was published in 2009. നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട്. റിപ്പോർട്ട് ഇതിപ്പം പഞ്ചാബിൻ്റെത് ഞാൻ ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ട് മാത്രം എടുത്തിട്ടാണ്. ഐ ഹാവ് മോർ ദാൻ ഒരു 16 സ്റ്റേറ്റ്സിൻ്റെ അടുത്തുള്ള സ്റ്റഡീസ് എൻ്റെ കയ്യിലുണ്ട്. ഇഫ് സംബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഐ ക്യാൻ ഷെയർ വിത്ത് ദം. പിന്നെ
They're just saying that endosulfan acute poisoning is getting momentum in this place. It was published in 1998 itself. പിന്നെ delivery cases is done by Delhi University, saying that the endosulfan, OCPs like endosulfan may be associated with preterm delivery and increased oxidative stress. പിന്നെ this study I have put here because association, അതായത് consistency of association, മറ്റ് സ്ഥലങ്ങളിൽ നടന്ന അസോസിയേഷൻ പറയുന്ന സമയത്ത് why did put this study, because വളരെ ബ്യൂട്ടിഫുൾ സ്റ്റഡി ആയത്. ആക്ച്വലി നടന്നത് കാലിഫോർണിയയിൽ നമ്മളുടെ ഏകദേശം സിറ്റുവേഷൻ അത്. ആംബിയൻറ്റ് പെസ്റ്റിസൈഡ് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ എയറിൻ്റെ അകത്ത് ആംബിയൻറ്റ് പെസ്റ്റിസൈഡ്സിൻ്റെ അളവ് കൂടുതൽ കൊണ്ടാണോ അവിടുത്തെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഓട്ടിസം എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, ഐ തിങ്ക് ഓൾമോസ്റ്റ് എവരി വൺ നോ ദാറ്റ് ഇറ്റ്സ് എ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഇസ് എ എന്താ ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം വിത്ത് ദ ചൈൽഡ്, ഇറ്റ്സ് എ ന്യൂറോ ബിഹേവിയർ പ്രോബ്ലം. സോ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറെ കുറിച്ച് സ്റ്റഡി നടന്നത്. അപ്പോൾ അതിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിൽ അവർ 249 ഹൈപ്പോത്തസിസ്, ദേ ജസ്റ്റ് ഡിഡ് നോട്ട് സ്റ്റഡി എൻഡോസൾഫാൻ ആൻഡ് ദിസ് തിങ്, വാട്ട് കോസസ് ദിസ് എന്നുള്ള 249 ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയും ഓൺലി 2 എന്താ ഡൈക്കോഫോളും പെസ്റ്റ് എൻഡോസൾഫാനുമാണ് മെറ്റ് ദ ക്രൈറ്റീരിയ വിച്ച് ഇൻ ദിസ്. ആൻഡ് വാട്ട് ദേ ഫൗണ്ട് ഇസ് 500 മീറ്റർ ഈ പെസ്റ്റിസൈഡ് അടിച്ചതിൻ്റെ 500 മീറ്റർ അകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ദ സജസ്റ്റഡ് ദാറ്റ് ദ ഓഡ്സ് റേഷ്യോ ഫോർ ASD, അവർക്ക് കുട്ടിക്ക് ഇത്തരം ആ സ്ത്രീക്ക് ഇത്തരം ഒരു കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ ഒരു കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് 6.1 times ആണ്. 6.1 ആണ്. ഓഡ്സ് റേഷ്യോ വേരീസ് ഫ്രം 2.2 to 15 times, because if you do the study 100 times you can get a place where the risk is 15 times the people who are staying outside that area. That's general population. It was published in 2007. Prostate cancer risk, again, ഇത് കാനഡയിൽ നടത്തിയ സ്റ്റഡി. There's immense number of studies. ന്യൂറോട്രിപ്പൽ ഡിഫക്ട്സ് അത് ചൈനയിൽ നടത്തിയ സ്റ്റഡീസ് വിച്ച് സേസ് സ്പൈന ബൈഫിഡ ഒക്കെ അതൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ യൂറോജെൻറ്റൽ മാൽഫോർമേഷൻസ് വിച്ച് ആർ സ്റ്റഡീസ് ഇൻ സ്പെയിൻ. Then thyroid function disease, which is again done by ICMR Ahmedabad. Then biological plausibility and dose response. This is the most എന്താ പറയുക അഗ്നിപരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഭവത്തിൻ്റെ ഇത് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബയോളജിക്കൽ പ്ലോസിബിലിറ്റി ആണ്. But when looking to the biological plausibility and dose response, what we do is we just can't take, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്മാരുടെ അടുത്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. We can take human cells, we can take animal models, extrapolate based on a rational thinking. What I did was we made a system wise synopsis of the published literatures. എല്ലാ ലിറ്ററേച്ചേഴ്സിൻ്റെ ഒരു ഓരോ സിസ്റ്റം വൈസുള്ള പബ്ലിഷ്ഡ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഇതുണ്ടാക്കി. പിന്നെ അതിന് ശേഷം what it does, just correlate in this, don't go by the figure. I was not intending to put the figure. The problem is that അത് ആ സ്ലൈഡ് അങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം. And endosulfan is significantly associated with neurobehavioral disorders, cognitive disorders, hydrocephalus, mental retardation, cortical blindness, seizure disorders and Parkinson's disease, which was studied in 2008, 2003, 2000. Why? Because അവിടെ വേറെ ഡെവലപ്പിംഗ് നെർവസ് സിസ്റ്റം, അതായത് ഒരു വലിയൊരു അഡൾട്ട് ഇൻഡിവിജ്വലിനെ അതിനുണ്ടാക്കുന്ന പ്രശ്നം കുറവാണ്. പക്ഷേ ഡെവലപ്പിംഗ് നെർവസ് സിസ്റ്റം ഹാസ് ഗോട്ട് ഇറ്റ്സ് എ പൊട്ടൻഷ്യലി സെൻസിറ്റീവ് ടാർഗറ്റ് ഫോർ പെസ്റ്റിസൈഡ് എക്സ്പോഷർ. എൻഡോസൾഫാൻ എക്സ്പോഷർ, വൈ എൻഡോസൾഫാൻ ഇത് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എൻഡോ റിട്ടാർഡേഷൻ ഉണ്ടാക്കുന്ന പോലെ ഓർഗാനിക് ഡിഫോമിറ്റി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് പ്രീഫോണ്ടൽ കോർട്ടെക്സ്, ബ്രെയിൻ്റെ പ്രീഫോണ്ടൽ കോർട്ടെക്സ് എന്ന സംഭവം. ഇമോഷണൽ സ്റ്റെബിലിറ്റി, ബുദ്ധിയൊക്കെ കൺട്രോൾ ചെയ്യുന്ന മെയിനായിട്ട് ഏരിയ പ്രീഫോണ്ടൽ കോർട്ടെക്സാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ട പ്രധാനപ്പെട്ട സാധനമാണ് ഗാബ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ഗാബ ന്യൂറോ ട്രാൻസ്മിറ്റർ കോമ്പറ്റീറ്റീവ് ബ്ലോക്കറാണ് എൻഡോസൾഫാനുള്ള സംഭവം. സോ ദർ ഈസ് എ ഓർഗാനിക് ഡിഫോമിറ്റി ബൈ വിച്ച് ദ ബ്രെയിൻ ഗ്രോത്ത് ഡസൻറ്റ് ഹാപ്പൻ. Other thing, one thing which wondered was Parkinson's disease കൂടുതലാണെന്ന് പറഞ്ഞു. That was surprising for me. But when you go to the literature, it was found that endosulfan changes the brain level of dopamine, which is significantly associated with Parkinsonism, noradrenaline and serotonin. Now as I said, prefrontal cortex ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത് സ്റ്റഡി ചെയ്തത് in Spain, ലക്നൗ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി ചെയ്ത ഓക്സിപിറ്റൽ കോർട്ടക്സിനകത്ത് ഉണ്ടാകുന്നത്. പിന്നെ സെറിബ്രൽ കോർട്ടിക്കൽ ഫംഗ്ഷൻസിനെ ബാധിക്കുന്നതിനെ കുറിച്ചുള്ള ഈ സീഷർ ഉണ്ടാക്കാത്ത ഡോസിനെ കുറിച്ച് ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇഫ് സംബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ദീസ് സ്റ്റഡീസ്, വിശദീകരിക്കാൻ സമയമില്ല. പിന്നെ റാറ്റിൻ്റെ ബ്രെയിനിൽ സ്റ്റഡിച്ച് മനുഷ്യൻ്റെ ബ്രെയിനിലേക്ക് എങ്ങനെ എക്സ്ട്രാപോളേറ്റ് ചെയ്യാന്നുള്ള ചോദ്യം വന്നപ്പം ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാപോളേറ്റ് ഈ റാറ്റിൻ്റെ സ്റ്റഡിയാണ്, അത് എങ്ങനെയാണ് ഹ്യൂമൻസിലേക്ക് എക്സ്ട്രാപോളേറ്റ് വന്നപ്പം സെൻസിറ്റിവിറ്റി നോക്കണം, ഹ്യൂമൻ സെൽസ് ഇതുപോലെ സെൻസിറ്റീവ് ആണോ എന്ന്. അപ്പോൾ മനസ്സിലാക്കിയത് ദി സ്റ്റഡി ഷോസ് ദാറ്റ് ഹ്യൂമൻ ഗ്ലയൽ സെൽസ് ആൻഡ് ന്യൂറോൺ സെൽസ് ആർ മോർ സെൻസിറ്റീവ് to endosulfan than rat glial and monocytes. So the effect what is seen in rat may be not by the same intensity, may be more than what is expected by kilogram per body weight.
So these are the pathways which is getting affected. I'm not going to details. അതുകൊണ്ട് വിശദീകരിക്കാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. Reproductive system എങ്ങനെ ബാധിക്കുന്നു പറഞ്ഞാൽ there are multiple mechanisms in which it affects. I'm not getting details. Again, this is studies published in and എങ്ങനെ ഇത് ബാധിക്കുന്നു പറയാം. There is something called എന്താ BTB, അതായത് ബ്ലഡ് ടെസ്റ്റിസ് ബാരിയർ എന്നൊരു സംഭവമുണ്ട്. ആ ബ്ലഡ് ടെസ്റ്റിസ് ബാരിയറിനെ ബാധിക്കുകയും അവിടെയുള്ള ലൈഡിക് സെൽസ്, അങ്ങനെ കുറേ സെൽസ് ഉണ്ട്. അപ്പോൾ ആ സെൽസിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുകയും എൻഡോസൾഫാൻ ഇൻഡ്യൂസസ് ഡാമേജസ്. അതിൻ്റെ സ്റ്റഡി ഇതാണ്, അതിൻ്റെ വിശദീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മൊബിലിറ്റി കുറക്കും, സൈസ് ഓഫ് ഇത് ടെസ്റ്റിക്കിൾസ് കുറക്കും. ദർ ആർ മെനി സ്റ്റഡീസ് ഓൺ ദിസ് ആൻഡ് ദാറ്റ് വാസ് വെൽ ഡൺ. ഡ്യൂറേഷൻ ഓഫ് ഡോസ് ഡ്യൂറേഷൻ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റഡി ചെയ്ത്, നോട്ട് ഗെറ്റിംഗ് ടു ഡീറ്റെയിൽസ്, നല്ല ഒരു സംഭവമായിരുന്നു. എൻഡോക്രൈൻ സിസ്റ്റം നേരത്തെ പറഞ്ഞത് റീപ്രൊഡക്റ്റീവ്, വി ഹാവ് ലുക്ക്ഡ് അറ്റ് നെർവസ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം സംബന്ധിച്ചോളം ഇറ്റ്സ് എ endocrine, well-known endocrine disruptor. It has shown to be dose response to degrees of testosterone, luteinizing hormone, follicular stimulating hormone. These are only few of the hormones. Then it is associated with precocious puberty, cervical cancer, endometriosis, number of such cases. Then now endocrine disrupting chemicals can be grouped in multiple ways. There is a beautiful document, വായിക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് EDCs 2012 എന്ന WHO ഇറക്കിയ ഡോക്യുമെന്റ്. WHO ഇറക്കിയ EDCs endocrine disrupting chemicals of chemicals in 2012 റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ they classified the endocrine disrupting chemicals, and the first category, which calls persistent and bioaccumulated halogenated chemicals, under that groups come the endosulfan. WHO has called it as a persistent and bioaccumulated halogen chemical which causes endocrine disruption, as per the 2012 report. So next, I am not getting into details. അതെങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇതാ, see, there was 24 pesticides were studied for the response to estrogen, and it was found that in both the response induced by endosulfan was higher than the response of dieldrin. അത് കുറേ സംഭവത്തിൻ്റെ നോക്കിയതിന് ശേഷം ഉണ്ടായ ഇതാണ് 24 pesticides നോക്കിയതിന് ശേഷം. എൻഡോക്രൈൻ ടോക്സിറ്റി പിറ്റ്യൂട്ടറി ലെവലിലുള്ളത്, പിന്നെ ഇത് പ്രീനേറ്റൽ എക്സ്പോഷർ ടു എൻഡോസൾഫാൻ TSH സ്റ്റാറ്റസ്, അതായത് തൈറോയ്ഡ് ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ഹെപ്പറ്റോടോക്സിറ്റി, ലിവറിൻ്റെ ടോക്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എൻസൈം ഹിസ്റ്റോറിക് അനാലിസിസ് ഷോഡ് ദാറ്റ് വിത്ത് ഓറൽ ആൻഡ് ഇൻഹലേഷൻ എക്സ്പോഷർ എൻഡോസൾഫാൻ മേ കോസ് ലിവർ ഡാമേജ്. പിന്നെ അത് എൻഡോക്രൈൻ പാർട്ട്, നോട്ട് ഗെറ്റിംഗ് ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്. കാർസിനോജനിക് ഇഫക്റ്റ്, ഇത് എപ്പോഴും തർക്കിക്കപ്പെട്ട ഇഫക്റ്റാണ്. കാരണം കാർസിനോജനിസിറ്റിയെ കുറിച്ച് കുറേ ഏറെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഈവൻ 2011 when I was sitting in the Stockholm Convention, the Pope RC was not sure about the carcinogenicity, after which they done lot of studies regarding that. But carcinogenicity, അത് പറയപ്പെട്ട 2000 there are indicative studies like breast cancer almost established, because it causes molecular level things like 16-hydroxyhistone, 2-hydroxyhistone level മാറ്റും. പിന്നെ 17 beta estradiol, which is significantly associated with cancer, is also increased. So this is another study done in Netherlands. Then liver tumor in rats in prostate cancer is I already said. അപ്പം ജീനോടോക്സിറ്റി ആൻഡ് ടെറട്ടോജെനിസിറ്റി, ജനിതക വൈകല്യം ഉണ്ടാക്കുന്നതിൻ്റെ ഇത് ആ ജനറ്റിക്, അതായത് ഇതാ, based on LC50 value, all the four pesticide studies were found to be highly toxic in lymphocyte culture. Among them, monocrotophos and endosulfan was most toxic, and dimethoate was least toxic. ഡീറ്റെയിൽസ് കിടക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് DNA ബ്രേക്കേജ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. ഡോസ് ഈസ് എ വെരി കണ്ണിങ് തിങ് ഇൻ ദിസ് തിങ്, കാരണം അതിൻ്റെ ബയോ അക്യുമുലേറ്റീവ് പ്രോപ്പർട്ടി കൊണ്ട്. പോപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് വിശദീകരിക്കുന്നില്ല. പോപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ഇറ്റ്സ് ബയോ അക്യുമുലേറ്റിംഗ് പെസ്റ്റിസൈഡ്. ഇറ്റ് ഈസ് കോസ് പെർസിസ്റ്റൻസ് ഇൻ അറ്റ്മോസ്ഫിയർ, ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ട്. ഇത് പലയിടത്തും തർക്കിക്കപ്പെട്ടെങ്കിലും പോപ്പാർസി, പെർസിസ്റ്റന്റ് ഓർഗാനിക് പ്രോഡക്ട്സ് റിവ്യൂ കമ്മിറ്റി വളരെയേറെ ഡിസ്കഷന് ശേഷം എന്താ അനക്സ് എ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ അനക്സ് എയിൽ ഉൾപ്പെട്ടാണ്. സോ ഇറ്റ്സ് എന്താ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ അതിനെക്കുറിച്ച് നടന്നു കഴിഞ്ഞാൽ. ഈവൻ ബിഫോർ ദാറ്റ് ഇറ്റ് വാസ് ബാൻഡ് ഇൻ 19 countries, നോട്ട് വെൽ ബിഫോർ ഇത് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. അക്യൂട്ട് ടോക്സിറ്റി, വാട്ട് ഓൾ ഇറ്റ് കോസസ്, ഇന്റർമീഡിയറ്റ് ടോക്സിറ്റി, and acute toxicity can cause brain edema and all. Intermediate toxicity, it can cause congestion of liver. അക്യൂട്ട് ടോക്സിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് അക്യൂട്ട് ടോക്സിറ്റി ഉണ്ടാവുന്നുള്ളത് അതിൻ്റെ വിശദീകരിച്ചിട്ടുണ്ട്. അക്യൂട്ട് പോയിസണിങ്ങിൻ്റെ ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട്. വൺ ഓഫ് ദ എക്സാമ്പിൾ ഈസ് ശീലാവതി. ഷി വാസ് റണ്ണിങ് ബിഹൈൻഡ് ദ ഹെലികോപ്റ്റർ ആൻഡ് ഷി ഹാഡ് ദിസ് suddenly had this chronic toxicity. Then
അത് എഫക്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഹിൽസ് ക്രൈറ്റീരിയ കാസർഗോഡ് കോൺടാക്സ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ ടെമ്പറാറ്റിംഗ് അസോസിയേഷൻ റിലേ ചെയ്തത് മെയിനായിട്ട് അച്യുതൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മറ്റ് കമ്മിറ്റി റിപ്പോർട്ട് ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ടുകളും NIOH ICMR കാലിക്കറ്റ് മെഡിക്കൽ സ്റ്റഡി നിംസ് നാഷണൽ മെഡിക്കൽ സ്റ്റഡീസ് ICMR ICR ജോയിന്റ് കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് പിയർ റിവ്യൂഡ് ജേർണൽസ്. ബാക്കി എല്ലാത്തിനും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പബ്ലിഷ് പിയർ റിവ്യൂഡ് ഇന്റർനാഷണൽ ജേർണൽസിനെ പറ്റി. റിസ്ക് ബേസ്ഡ് ഓൺ സിറ്റിസൺ ഗൈഡ് ഐ എം നോട്ട് കമ്മിങ് ടു ദാറ്റ് കവേഴ്സ് അവർ ക്രൈറ്റീരിയ വളരെ ഫാർ ആയിട്ട്. സിറ്റിസൺ ഗൈഡ് ആണെങ്കിൽ just requires some evidence in human studies and good animal studies. It can cause it's called proud. We have good human studies itself. So what the others say, നമ്മൾ ഇത് പറഞ്ഞു വെച്ചത് ഓരോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ WHO it called as moderately hazardous in 2002. Now it's calling as endocrine disrupting persistent organic pollutant. Then US EPA in 2007 called it as highly hazardous. UNEP in 2011 categorized it as part of Stockholm Convention categorized as persistent organic pollutant. Intergovernment Forum for Chemical Safety called it as an acutely toxic pesticide that poses significant health problems for developing countries and economies under transition. Industrial Toxic Research India called it as extremely hazardous. ICAR ICMR Joint Committee, as I said earlier, it called it as has important health effects, biological effects related to endocrine disruption, carcinogenicity, congenital abnormalities, reproductive disorder and neurological abnormalities. Now bringing the context of idana ettom veliya challenge. Now science is that. But context of rehabilitation the biggest challenge is identify the victims. അത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. കാരണം ബിക്കോസ് ഓൾറെഡി മെനി തിങ്സ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഐഡിയൽ ക്രൈറ്റീരിയ വി ഹാവ് ഡിഫൈൻഡ് ദ ഐഡിയൽ ക്രൈറ്റീരിയ നൗ. ദാറ്റ്സ് ദ വൺ ദേ ഷുഡ് ബി ടൈം ആൻഡ് ജിയോഗ്രഫിക്കൽ ടെമ്പറാലിറ്റി. ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജ് ഓഫ് ഓൺസെറ്റ്. ഇപ്പോൾ ഒരു 36 വയസ്സുള്ള ഒരാൾ ജനിതക വൈകല്യം കൊണ്ട് വന്നാൽ ഒബ്വിയസ്ലി ഇപ്പം നമ്മൾ ലിസ്റ്റ് റീവാമ്പ് ചെയ്തുകൊണ്ടും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. ദോ ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടെങ്കിൽ വി ആർ ഡൂയിങ് ഇറ്റ്. എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. വി ആർ ഗെറ്റിംഗ് ക്ലിയറിംഗ് ദ ലിസ്റ്റ് ലൈക്ക് എനിതിങ്. അപ്പോൾ അതിൻ്റെ അകത്ത് 4982 വരെ ഇനീഷ്യലി ഉണ്ടായതും അതിന് ശേഷം കുറേ ആൾ വന്നെങ്കിലും അതിൽ 1600 പേർക്കാണ് നമ്മളിപ്പം ഈ മനുഷ്യാവകാശ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തതിലേക്ക് വന്നത്. കാരണം അത് ചെയ്യുമ്പോൾ നമ്മൾ കുറേയേറെ ലിമിറ്റേഷൻ 2-3 ഒരു ആത്മഹത്യയും കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിലും എന്താ വി നീഡ് ടു ബ്രിങ് ഇൻ സയൻസ് ഹിയർ. ടൈം ആൻഡ് ജിയോഗ്രഫിക്കൽ ടെമ്പറാലിറ്റി, ടൈമും പിന്നെ ആ പ്ലേസിൽ ആ സമയത്ത് ഉണ്ടാവണം. Biological plausibility should be there. Obviously the association comes with the temporality. Then assess other obvious etiology. If somebody is having a physical deformity and all those things, we look whether there was a birth asphyxia. എനിക്കിപ്പം ബുദ്ധിമാനൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനിക്കുന്ന സമയത്തുള്ള സമയം അതൊക്കെ നോക്കിയിട്ട് വേണം. അതായത് സമയം സെൻസർ കാലം നോക്കുന്നല്ല പറയാ. അതായത് എടുത്ത സമയം, ആ പ്രോസസ്സിലൂടെ എടുത്ത സമയം, കുറേ പരിപാടികളുണ്ട്. അതായത് കുട്ടി ജനിച്ചപാട് കരഞ്ഞു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒബ്വിയസ് എറ്റിയോളജി വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ബട്ട് എനിവേ ദർ ആർ ഡിസ്കഷൻ ഓവർ ദാറ്റ് ബിക്കോസ് ഈവൻ ദാറ്റ് ഒബ്വിയസ് എറ്റിയോളജി ക്യാൻ ബി റിലേറ്റഡ് ടു ദീസ് തിങ്സ് ബിക്കോസ് പ്രീ ടൈം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്. നൗ ദ ലിസ്റ്റ് ഇവല്യൂഷൻ ഓഫ് ദ ലിസ്റ്റ് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു സോഷ്യോ എക്കണോമിക് ഹെൽത്ത് സർവേ. പലപ്പോഴും പറയുന്നത് ഇതൊരു സർവേ നടത്തി കണ്ടുപിടിച്ചു. സർവേ നടത്തി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സെൻസസും NPRB ഡാറ്റ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ്. കാരണം സെൻസസുകാർ അവകാശപ്പെടുന്നില്ല അത് ശരിയാണെന്നുള്ളത്. കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ലഭ്യമാണ്. സെൻസസ് മറ്റേ NPRB ഡാറ്റ ഒന്നും നമുക്കിതേ. പക്ഷേ ഈ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നമ്മൾ കണ്ടക്ട് ചെയ്ത് ആദ്യം 4-5 ഫേസിലായിട്ട് 36 ക്യാമ്പാണ് നമ്മൾ കണ്ടക്ട് ചെയ്ത്. ലിസ്റ്റിൽ ആസ് ദ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ എൻഡോസൽ ഫോർ റീഹാബിലിറ്റേഷൻ ഐ ആം സേയിങ് ദ ലിസ്റ്റ് ഹാസ് ഗോട്ട് പ്രോബ്ലംസ്. ലിസ്റ്റിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ഇന്റർപ്രറ്റ് ചെയ്യുന്ന എങ്ങനെ പറഞ്ഞാൽ ആ ലിസ്റ്റിൻ്റെ അകത്ത് തെങ്ങേന്ന് കൊണ്ട ഒരാളുണ്ട്, ആ ലിസ്റ്റിൻ്റെ അകത്ത് ആക്സിഡന്റ് സമ്മതിക്കുന്നു. ആ ലിസ്റ്റിൻ്റെ അകത്ത് ആദ്യം തൊട്ട് ഇവോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ഗെറ്റിംഗ് ഇറ്റ് ക്ലിയർഡ് ബിക്കോസ് ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ്. ഇത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BPL ലിസ്റ്റ് ഉണ്ടല്ലോ, BPL ലിസ്റ്റിൻ്റെ അകത്ത് ഉള്ള ആൾക്ക് മൊബൈൽ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that doesn't mean that India doesn't have poverty. നമുക്കിവിടെ ദാരിദ്ര്യം ഇല്ല എന്നല്ല. Our mechanism of finding out BPL has to be revamped. That to be fine-tuned. We have to fine-tune the mechanism such that we will be able to capture these things. So we are revisiting the visit based on the NHR's recommendation, which we have got an opportunity for revisiting the visit. And now KP Arvind committee and the committee, and we are trying to make it as well as considering all the other things. Rehabilitation is not the topic of discussion. Thank you. മറ്റു കാര്യങ്ങൾ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. Thank you very much. For keeping to the time, I call upon Dr. Sri Kumar to make the next presentation. ചോദ്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ സ്ലിപ്പിൽ എഴുതിയിട്ടൊന്ന്. ഇങ്ങനൊരു അവസരം തന്നതിന് ആദ്യമായിട്ട് ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു, പ്രധാനമായിട്ടും വിശ്വനാഥൻ ഡോക്ടറോട്. കാരണം ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രബന്ധം എഴുതിയിട്ട് കേരളത്തിലുള്ള 20
മാഗസിനുകളിൽ ഞങ്ങൾ കൊടുത്തുവെങ്കിലും ഒന്നുപോലും പബ്ലിഷ് ചെയ്തില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ടി വി ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ടി വി ഡിസ്കഷൻസ് കേവലം പ്രഹസനമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ഏത് ആർഗ്യുമെൻ്റാണ് എടുക്കേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ടൈലർ ചെയ്യാൻ അവർക്ക് പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. നമ്മൾ രാവിലെ സയൻസിൻ്റെ രീതിശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ ഇവിടെ മുമ്പ് സംസാരിച്ച ചില ആൾക്കാർ പറഞ്ഞു. കാരണം അതാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ട ആ സയൻസിൻ്റെ മെത്തഡോളജി എടുത്തുകൊണ്ടാണ് നമ്മളൊരു പ്രശ്നത്തെ അനലൈസ് ചെയ്യേണ്ടത് എന്ന് രാവിലത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. റോയൽ സൊസൈറ്റി ഓഫ് സയൻസിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് ബൈ നോബഡീസ് വേർഡ് എന്നുള്ളതാണ്. എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആണ്, ആ രീതിയിലാണ് വേണ്ടത്. അപ്പം നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ 13 കൊല്ലമായിട്ട് നിരന്തരമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ ഒരു സൈഡ് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂവിൻ്റെ വേറൊരു സൈഡാണ് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടെ ഒന്ന് കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും ഇവിടെ കാസർഗോഡ് കീടനാശിനി എൻഡോസൾഫാൻ തളിക്കുന്നത് 1983 മുതൽ 2000 വരെയാണ്. അതുമാതിരി ചീമേനി പ്ലാന്റേഷനിൽ തളിക്കുന്നത് 1984 മുതൽ 2000 വരെയാണ്. സോറി, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി വിട്ടുപോയി. ഞാൻ ഡോക്ടർ KM ശ്രീകുമാർ, കേരള കാർഷിക സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. നീലേശ്വരത്താണ് ജോലി ചെയ്യുന്നത്. എൻ്റെ നാട് പോത്താങ്കണ്ടെന്ന് പറയും. ഈ പ്ലാന്റേഷൻ്റെ ഏകദേശം 1 കിലോമീറ്റർ ബോർഡറിലാണ് എൻ്റെ വീട്. അപ്പോൾ കഴിഞ്ഞ ഏകദേശം 13 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 14 കൊല്ലമായിട്ട് ഞാനൊരു ഇഷ്യൂ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കേരള ശാസ്ത്രാധിത്യ പരിഷത്തിൻ്റെ ഒരു എളിയ മെമ്പറാണ് ഞാൻ. ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു 3 വർഷം. ഞാൻ പഠിക്കുന്ന കാലത്തും ശാസ്ത്രാധിത്യ പരിഷത്തിൻ്റെ ഒരു ഫൗണ്ടർ സെക്രട്ടറി ആയിരുന്നു ഹോർട്ടിക്കൾച്ചർ കോളേജിൽ തൃശ്ശൂർ. ഈ 99 ഈ വായുമാർഗേണ തളി നിർത്തണമെന്ന് പറഞ്ഞിട്ട് പരിഷത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ ഒരു പ്രമേയം എഴുതിയത് ഞാനാണ്. കാരണം അതൊരു മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ആദ്യമായിട്ടൊരു പ്രമേയം എഴുതിയത് ഞാനാണ്. പിന്നീടാണ് അതിനെക്കുറിച്ചുള്ള ഫർദർ ഡിസ്കഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു മുഖവരിയോടുകൂടി നമുക്ക് തുടങ്ങാം. കാസർഗോഡ് ജില്ലയിൽ 5840 ഹെക്ടറാണ് പ്ലാന്റേഷൻ ഉള്ളത്. ഇതുമാതിരി തന്നെ മണ്ണാർക്കാടും പ്ലാന്റേഷൻ ഉണ്ട്, കണ്ണൂർ ആലക്കോടും പ്ലാന്റേഷൻസ് ഉണ്ട്. അവിടെയൊക്കെ 15 വർഷമായിട്ട് തളിക്കുന്നുണ്ട്. കാസർഗോഡ് ഏകദേശം 17 വർഷമായിട്ട് തളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ നടത്തിയ പഠനം. കാരണം ഞങ്ങൾ അഗ്രികൾച്ചർ ആൾക്കാർ, എൻ്റെ ഡോക്ടർ പ്രതാപൻ എൻ്റെ ഓതർ ഇവിടെ ഇരിപ്പുണ്ട്. വെള്ളായണിയിലെ അഗ്രികൾച്ചർ കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ ഞങ്ങൾ നടത്തിയ പഠനത്തിൻ്റെ രീതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്രോതസ്സുകൾ എടുത്തിട്ട് കാസർഗോഡ് ജില്ലയിൽ ഈ എൻഡോസൾഫാൻ തളിച്ചതും തളിക്കാത്തതുമായിട്ടുള്ള പ്രദേശങ്ങളിൽ അധികമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഒന്ന് അവിടുത്തെ മെഡിക്കൽ ക്യാമ്പുകളുടെ ക്രോഡീകരണം നടത്തി. അതുകൂടാതെ ആരോഗ്യവകുപ്പ്, അതിൻ്റെ ഡാറ്റ ആരോഗ്യവകുപ്പിൽ നിന്ന് ശേഖരിച്ചു. NPRPD എന്ന് പറയുന്ന നാഷണൽ പ്രോഗ്രാം ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് ഫിസിക്കലി ഡിസേബിൾഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കേരളത്തിൽ കാസർഗോഡ്, പാലക്കാട്, കൊല്ലം ജില്ലകളിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് വീടാന്തരം കയറി ഇറങ്ങിയിട്ടുള്ള ഒരു സർവേയാണ്. അപ്പോൾ ആ സർവേയുടെ ഡാറ്റ ശേഖരിച്ച് ഞങ്ങൾ സെറ്റ് ടെസ്റ്റ്, അതായത് പ്രപ്പോർഷൻ അനാലിസിസ് നടത്തി. അതുകൂടാതെ സെൻസസ് ഡാറ്റ, അതുകൂടാതെ RTI പ്രകാരം, വിവരാവകാശ നിയമപ്രകാരം കാസർഗോഡ് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുള്ള വികലാംഗ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ശേഖരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് വ്യക്തമെല്ലാം തോന്നുന്നു, എന്നാലും പറയാം. അതായത് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ എത്രമാത്രം പെസ്റ്റിസൈഡ് ലോഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു വിള നെല്ലാണെങ്കിൽ ഏകദേശം 2 പെസ്റ്റിസൈഡ്, ഒരു ഫംഗിസൈഡും ഒരു ഇൻസെക്ടിസൈഡും അടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ 1.5 ലിറ്റർ പെസ്റ്റിസൈഡ് വരും. 2 വിള നെല്ലാണെങ്കിൽ 3 ലിറ്റർ നമുക്ക് കണക്ക് കൂട്ടാം. ഒരു 2ാം വിള നെല്ലെടുക്കുമ്പോൾ 2 പെസ്റ്റിസൈഡ് അടിക്കുകയാണെങ്കിൽ 3 ലിറ്ററെങ്കിലും ലോഡ് വരും. ഒരു വിള പച്ചക്കറി ആണെങ്കിൽ ഒരു 1.5 ലിറ്റർ ലോഡ് വരും. 2 വിള നെല്ല് ഒരു പച്ചക്കറിയാണെങ്കിൽ 4.5 ലിറ്ററെങ്കിലും ഒരു വർഷത്തേക്ക് അവിടെ ഒരു പെസ്റ്റിസൈഡ് ലോഡ് വരുന്നുണ്ട്. തേയില കൃഷിയിൽ 7 ലിറ്റർ അല്ല, തേയില കൃഷിയിൽ 17 ലിറ്ററാണ്, അല്ലെങ്കിൽ 17 കിലോഗ്രാമാണ് ഒരു വർഷം അടിക്കുന്നത്. 17 കിലോഗ്രാം ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് ഒരു വർഷം 17 കിലോഗ്രാം. ഏലം കൃഷിയിൽ ഒരു വർഷത്തേക്ക് 85 കിലോഗ്രാമാണ് അടിക്കുന്നത്. ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏലം കൃഷിയിലാണ്. പക്ഷേ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ തളിച്ച പ്രദേശങ്ങളിൽ RTI പ്രകാരം എടുത്ത ഡാറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1.34 ലിറ്റർ മാത്രമാണ്. ഇവിടെയുള്ളതിൻ്റെയൊക്കെ വളരെ വളരെ കുറച്ച് മാത്രമേ
കാസർഗോഡ് ജില്ലയിൽ ഈ എൻഡോസൾഫാൻ തളിച്ച പ്രദേശങ്ങളിൽ മുഴുവൻ അടിച്ചിട്ടുള്ളൂ. ഇത് RTI പ്രകാരമുള്ള ഡാറ്റയാണ്. കേരള ശരാശരി 0.6 ലിറ്ററാണ്. നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ വലിയൊരു തെങ്ങിൻ തോപ്പാണ്. അപ്പോൾ ഈ തെങ്ങിൻ തോപ്പിലൊക്കെ പെസ്റ്റിസൈഡ് അടിക്കുന്നത് വളരെ വളരെ കുറവാണ്. അപ്പോൾ ബാക്കിയുള്ള കൃഷിയിടങ്ങളിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പെസ്റ്റിസൈഡ് അടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശരാശരി 0.6 ലിറ്റർ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തളിക്കുന്നത് സാധാരണ സ്പെറിൽ നിന്ന് നമ്മൾ ഹൈ വോളിയം തളിക്കുമ്പോൾ അതിൻ്റെ ഡ്രോപ്ലെറ്റ് സൈസ് വളരെ കൂടുതലായിരിക്കും. അത് ചെടിയിൽ വീഴാതെയും മണ്ണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഹെലികോപ്റ്റർ വഴി തളിക്കുമ്പോൾ അതിൻ്റെ കണികയുടെ സൈസ് 145 മുതൽ 225 വരെ മൈക്രോൺ ആയതുകൊണ്ട് ഒരു പുകമഞ്ഞ് മാതിരിയാണ് ഉണ്ടാവുക. പുകമഞ്ഞ് മാതിരി അത് വായുവിൽ വളരെ വളരെ തങ്ങി താണതാണ്. വളരെ മെല്ലെ മാത്രമേ നിലത്തെത്തുള്ളൂ. നിലത്തെത്തിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉപരിതലത്തിൽ വീഴാനാണ് സാധ്യത. മണ്ണിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വളരെ വളരെ നേർത്ത കണികകളാണ് താഴെ വീഴുന്നത്. കശുമാവ് തോട്ടം കിളക്കേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ ജനുവരിയിലും ഡിസംബർ അവസാനത്തെ ആഴ്ചയും ജനുവരി അവസാനത്തെ ആഴ്ചയാണ് അടിക്കുക. 2 തവണയാണ് അടിക്കുക. അങ്ങനെ വരുമ്പോൾ ആ ഭാഗങ്ങൾ മുഴുവൻ ഉണങ്ങിയ കശുമാവ് ഒക്ടോബർ നവംബറിൽ ഇല പൊഴിക്കും. ഉണങ്ങിയ ഇലയെ കൊണ്ട് മൂടിയതാവാനാണ് സാധ്യത. ഈ ഉണങ്ങിയ ഇലയുടെ മുകളിലും ഉണങ്ങിയ പുല്ലിൻ്റെ മുകളിലുമാണ് കീടനാശിനിയുടെ വലിയൊരു അംശം വീഴാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഡ്രിഫ്റ്റ് വന്ന് ദൂരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെയും ഈ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ അത് എത്ര കാലത്തിനുള്ള ഡീഗ്രേഡ് ചെയ്യും? ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ നിലവിലുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ 7 മുതൽ 15 ദിവസത്തിനകം ഡീഗ്രേഡ് ചെയ്യുന്നതാണ്. 7 മുതൽ ഒരുപാട് പഠനങ്ങൾ അതിനെക്കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അത് വീണ് കഴിഞ്ഞാൽ തന്നെ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഈ സോയിൽ പാർട്ടിക്കിൾസിനോട് അഡ്ഹിയർ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അത് വെള്ളത്തിൽ ലിക്വിഡ് ഫേസിലേക്ക് പോവില്ല. ലിക്വിഡ് ഫേസിൽ അതിൻ്റെ സൊല്യൂബിലിറ്റി 0.32 mg/ലിറ്റർ മാത്രമാണ്. വളരെ വളരെ കുറച്ച് മാത്രമേ അത് ലിക്വിഡ് ഫേസിൽ പോവുള്ളൂ. സോയിൽ പാർട്ടിക്കിൾസിന് അഡ്ഹിയർ ചെയ്യും. അപ്പോൾ അത് കുടിവെള്ളത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്ത മഴക്കാലത്ത് ഈ മണ്ണൊലിപ്പുണ്ടായിട്ട് വെള്ളം തോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ തോടിൻ്റെ സെഡിമെന്റിൽ ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പല സ്റ്റഡീസിലും വെള്ളത്തിലല്ല സെഡിമെന്റ്സിലാണ് എൻഡോസൾഫാൻ്റെ അംശം കണ്ടിട്ടുള്ളത്. കാരണം വെള്ളത്തിൽ സൊല്യൂബിലിറ്റി വളരെ കുറവാണ്. അത് നേരെ സെഡിമെന്റിലേക്ക് പോകും. അപ്പോൾ ഇനി മണ്ണിലെത്തിക്കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ 21 മുതൽ 42 ദിവസത്തിനകം തന്നെ ഇത് ഡീഗ്രേഡ് ചെയ്യുന്നതാണ്. ഒരുപാട് പഠനങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഐവാൻ കന്നഡിയുടെ പഠനവും കൂടിയുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 42 പഠനങ്ങൾ കാണിക്കുന്നത് 21 മുതൽ 42 ദിവസത്തിനകം ഇത് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാലാണ് ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യത. മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ അഡ്ഹിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറച്ച് മാത്രമേ മണ്ണിൽ വീണിരിക്കാനുള്ള സാധ്യതയുള്ളൂ. വളരെ കുറച്ച് മാത്രമേ തളിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു സാധ്യതയുള്ള എന്താണ്? തളിക്കുമ്പോൾ കിണറുകൾ മൂടാൻ വേണ്ടി ഓല കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവസാന കാലത്തൊക്കെയാണ് കൊടുക്കാൻ തുടങ്ങിയത്. ഞാനും ആ ഭാഗത്തുള്ള ആളാണ്. അപ്പോൾ പണ്ടൊക്കെ എതിർപ്പുണ്ടായിരുന്നു, തളിക്കുന്ന സമയത്തൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പിന്നീടാണ് ഓല കൊടുക്കാൻ തുടങ്ങി. ഓല വെച്ചിട്ട് മൂടും. എന്നാൽ പോലും കിണറിൽ നേരിട്ട് വീണ് കഴിഞ്ഞാൽ 21 ദിവസത്തിനകം അത് ഡീഗ്രേഡ് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. ഇനിയിപ്പം തളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ അക്യൂട്ട് ടോക്സിസിറ്റി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? കഴിഞ്ഞ ഇത്രയും 17-18 കൊല്ലമായിട്ട് അവിടെ തളിച്ചിട്ടും അക്യൂട്ട് ടോക്സിസിറ്റി വന്നിട്ട് ആശുപത്രി പോയിട്ടുള്ള കേസുകൾ ഒന്നും തന്നെ റെക്കോർഡിലില്ല. ഞാൻ RTI പ്രകാരം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പശുക്കൾ വേറെന്ന് പറഞ്ഞാൽ പശുക്കൾ ആദ്യം ചത്തുപോയി, അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ ബാധിച്ചെന്നൊക്കെയാണ് അതിൻ്റെ കഥകൾ പറയുന്നത്, മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥകൾ. ഞാൻ ഉള്ള എല്ലാ വെറ്റിനറി ഓഫീസിലും RTI പ്രകാരമുള്ള കണക്കെടുത്തു. ഒരു ദിക്കിൽ പോലും അൺനാച്ചുറൽ ഡെത്തോ അല്ലെങ്കിൽ നിയോനാറ്റൽ ഡെത്തോ, പശുക്കുട്ടികൾ വീണ ഉടനെ തന്നെ പ്രസവിച്ച ഉടനെ തന്നെ മരിക്കുന്നതോ ആയിട്ടുള്ളതില്ല. ബാങ്കുകൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്നാണ് പശുവിന് ലോൺ കൊടുക്കുന്നത്, അവിടെയും ഇല്ല. അപ്പം അങ്ങനെയുള്ള ഈ കൊടുത്ത സ്ഥലങ്ങളിലൊന്നും തന്നെ ഈ ഇതുമാതിരിയുള്ള, കാരണം ബാങ്ക് ലോണിൽ വിവരം അറിയും, അവർക്ക് അറിയാൻ പറ്റും അവിടെ പശു മരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അപ്പോൾ അക്യൂട്ട് ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് എനിക്കറിയാം. പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വായുമാർഗേണ തളിക്കുമ്പോൾ അവിടെ കൊടി കെട്ടിയിട്ടുണ്ടാവും, ഹെലികോപ്റ്ററിന് അതിർത്തി അറിയാൻ വേണ്ടിയിട്ട്. ഈ കൊടി അവിടുന്ന് അഴിച്ചിട്ട് അതിൻ്റെ അപ്പുറം കൊണ്ടുപോയി കെട്ടും. എൻ്റെ പറമ്പ് അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ പറമ്പിൻ്റെ അപ്പുറം കൊണ്ടുപോയി കെട്ടും. കാരണം ഫ്രീ ആയിട്ടൊരു സ്പ്രേ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ 99 അവിടെ ജോലി ചെയ്യുമ്പോൾ ഈ എൻഡോസൾഫാൻ തളിക്കാത്ത പല സ്ഥലങ്ങളിലും അതിഭീകരമായിട്ട് ഈ
ടീമോസ്കിറ്റോ ബഗ് വന്ന് അതിൻ്റെ കൂടെ ഒരു ഫംഗൽ കോംപ്ലക്സ് കൊളിറ്റോട്രിക്കവും ഗ്ലിയോസ്പോറിയേഡ്സ് പിന്നെ ബോട്രിഡിപ്ലോഡിയ എന്നീ ഫംഗസിൻ്റെ കോംപ്ലക്സ് വന്നിട്ട് കശുമാവും തോട്ടങ്ങൾ തീ പിടിച്ചത് മാതിരി കരിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾ അസസ് ചെയ്ത് 95% നഷ്ടം ഞങ്ങൾ അസസ് ചെയ്തത്. അപ്പോൾ ടീമോസ്കിറ്റോ ബഗ് എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായിട്ടുള്ള ഒരു കീടമല്ല. ഞാനൊരു വിദഗ്ധനാണ്, വിദഗ്ധൻ എന്നല്ല, കീടത്തിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ച ഒരാളാണ്. ഇത് എവിഡൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇനി ഈ അക്യൂട്ട് ടോക്സിറ്റി നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ, വായുമാർഗേണ തളിക്കുമ്പോൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം എന്നുള്ളതാണ് അമേരിക്കയുടെ ഒക്കുപേഷൻ ഹെൽത്ത് വിഭാഗം പറഞ്ഞിട്ടുള്ളത്. 0.1 mg/m³ എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വർഷത്തിൽ 2 തവണയാണ് എക്സ്പോസ്ഡ് ആവുന്നത്. അതായത് 500 ppm എന്നുള്ള ഡോസിലാണ് വരുന്നത്. ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു സർക്കാർ സ്ഥാപനമാണ്. അവർക്ക് ഇത്ര ഹെക്ടർ സ്ഥലത്തിന് ഇത്ര ലിറ്റർ അടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കണക്കുണ്ടാവുക. അതിൽ കൂടുതൽ അടിക്കാൻ അവർക്ക് പറ്റില്ല, കുറഞ്ഞു അടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഓഡിറ്റബിൾ ആണ് ഇതൊക്കെ സംഗതികൾ. അതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേഷൻ അടിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പലപ്പോഴും ഞാൻ അറിഞ്ഞത്, നാട്ടുകാർ പറഞ്ഞതാണ്, ആദ്യത്തെ തവണ നല്ലൊരു അടിയടിക്കും, നല്ല മണക്കി ഉണ്ടാവും. രണ്ടാമത്തേത് പറഞ്ഞാൽ പച്ചവെള്ളം മാതിരി എന്തെങ്കിലും അങ്ങ് പാറ്റിപ്പോവും എന്നാണ് അവരെന്നെ പറഞ്ഞത്. എൻഡോസൾഫാൻ്റെ ബാരലുകൾ ഇവിടെ എത്താറ് പോലും ഇല്ല, എല്ലാം മദ്രാസിനെ മറിയും എന്നൊക്കെയാണ് ആൾക്കാരുടെ അഭിപ്രായം. അപ്പോൾ ഒരു തവണ അടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ 2 തവണ അടിച്ചു തന്നെ കൂട്ടാം, എങ്കിൽ പോലും 500 ppm എന്നുള്ളതിൽ കോൺസെൻട്രേഷൻ കൂടുതലാവാനുള്ള സാധ്യതയില്ല. ഇനി ലോകത്തിൽ വേറെ ഏതെങ്കിലും അടിച്ചിട്ടുണ്ടോ? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വർഷങ്ങളായിട്ട് അടിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് സ്ലീപ്പിംഗ് സിക്നസ് മാനേജ് ചെയ്യാൻ, ഫ്ലൈൻ്റെ സ്ലീപ്പിംഗ് സിക്നസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ വർഷങ്ങളായിട്ട് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ FAOയും WHO ഒക്കെ കമ്പൈൻഡ് ആയിട്ട് അതിൻ്റെ റിസ്ക് അസസ്മെൻറ്റ് ചെയ്തതും നിങ്ങൾക്ക് ലഭ്യമാണ്. അത് പരിശോധിച്ച് കഴിഞ്ഞാലും ഈ കീടങ്ങളെ കൊല്ലാനുള്ള കോൺസെൻട്രേഷനിൽ അവിടെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് അതിൻ്റെ പഠനത്തിൽ നിന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ MRL വാല്യൂ എന്ന് പറഞ്ഞൊന്നുണ്ട്, മാക്സിമം റെസിഡ്യൂ ലിമിറ്റ്. ഒരു വിഷം ഒരു ആഹാരത്തിൽ മാക്സിമം എത്ര ആവാം എന്നുള്ളതാണ് MRL വാല്യൂ. ആ MRL വാല്യൂ ഒക്കെ ഇപ്പോൾ റിവൈസ് ചെയ്യുന്നുണ്ട്. ഈ MRL വാല്യൂ ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? കീടനാശിനി കമ്പനികളല്ല, അത് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ആണ്. സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡിന്റെ ചെയർമാനാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്. അവരുടെ കമ്മിറ്റിയും WHO കമ്മിറ്റിയും കൂടിയിട്ടാണ് MRL ഫിക്സ് ചെയ്യുന്നത്. ഇനിയിപ്പം MRL വാല്യൂ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും അത്ര വ്യക്തമാവുന്നില്ല. ചെമ്പ് കലർന്ന കുമിൾനാശിനികൾക്ക് MRL വാല്യൂ 40 ppm ആണ്, ഡൈക്കോഫോൾ 20 ppm ആണ്, എൻഡോസൾഫാൻ 30 ppm ആണ്. ചായയിൽ അനുവദനീയമായിട്ടുള്ള അളവ്, അനുവദിക്കാൻ ഇതാക്കിയിട്ടുള്ള അളവ്. പിന്നെ ഇത് യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, USA ഇവിടുത്തെ കൺസ്യൂമർ അസോസിയേഷൻസ് പെർമിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതേസമയം DDT, BHC മുതലായിട്ടുള്ള ബയോ മാഗ്നിഫിക്കേഷൻ പൊട്ടൻഷ്യൽ ഉള്ളതിനൊക്കെ 0.01 ആണ്. DDT, BHCക്ക് 0.01 ആണ്. എൻഡോസൾഫാന് 30 ppm ആണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 മടങ്ങ് എൻഡോസൾഫാൻ അനുവദിച്ചിട്ടുണ്ട് ഏത് കൺസ്യൂമർ അസോസിയേഷൻസ്. അപ്പോൾ അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയിൽ തളിക്കുമ്പോൾ 7 ദിവസമാണ് മാക്സിമം വെയിറ്റിംഗ് പീരീഡ് അനുവദിച്ചിട്ടുള്ളത്. ആ 7 ദിവസത്തിനകം തന്നെ ട്രോപ്പിക്കൽ എൻവയോൺമെന്റിൽ ഇത് ഡീഗ്രേഡ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ 30 ppm അനുവദിച്ചിട്ടുള്ളത്. 30 ppm ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, വിദേശത്തേക്ക് അയക്കുന്ന ചായയിൽ ഇതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ചായയിൽ ഒക്കെ എൻഡോസൾഫാൻ ഉണ്ടാവും. നമ്മളൊക്കെ എൻഡോസൾഫാൻ കുടിക്കുന്നവരാണ്. ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതാണ് ഈ ഫാക്ച്വൽ ഇതുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്ടർ അഷീൽ കാണിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്, ബയോളജിക്കൽ പ്ലോസിബിലിറ്റീസിൻ്റെ ഒക്കെ സ്റ്റഡീസ്, ആനിമൽ സ്റ്റഡീസും. അതിലൊക്കെ ആനിമലിനെ അഡ്മിനിസ്റ്റർ ചെയ്യും, വായിലൂടെ കൊടുക്കും, അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്യും, അല്ലെങ്കിൽ ഹ്യൂമൻ സെല്ലിൽ ഇത് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടൊക്കെയാണ് ഇത് പഠനങ്ങൾ നടത്തുക. അങ്ങനെ ചെയ്യുന്നതും ഈ കാസർഗോഡത്തെ സാഹചര്യവുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്? കാരണം കാസർഗോഡ് ജില്ലയിൽ വർഷത്തിൽ 2 തവണ 500 ppm എന്നുള്ള തോതിൽ കീടങ്ങളെ കൊല്ലാനുള്ള കോൺസെൻട്രേഷനിലാണ് അടിച്ചത്. അത് എൻവയോൺമെന്റിൽ, പ്രത്യേകിച്ചും വേനൽക്കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഡിസംബർ അവസാനവും ജനുവരി അവസാനവുമാണ് തളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏകദേശം 15-20 ദിവസത്തിനകം തന്നെ ഡീഗ്രേഡ് പോയിരിക്കാനാണ് സാധ്യതയുള്ളൂ. അപ്പം അങ്ങനെയുള്ളത് ഹ്യൂമൻ സിസ്റ്റത്തിൽ അത്രയും ചെറിയ കോൺസെൻട്രേഷൻ ഹ്യൂമൻ സിസ്റ്റത്തിൽ എന്ത് എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ഈ ബയോളജിക്കൽ പ്ലോസിബിലിറ്റി സ്റ്റഡീസുമായിട്ട് എത്രമാത്രം നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഇനി അപ്പോൾ എന്ത് ചെയ്യണം? ഈ തളിച്ച സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം.
ഇത് ആണ് അച്യുതൻ കമ്മീഷൻ ആദ്യം പറഞ്ഞത്. അച്യുതൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് പരിശോധിക്കണമെന്ന്. അച്യുതൻ കമ്മീഷൻ പരിശോധിച്ചിട്ടില്ല. പക്ഷേ പിന്നെ സയൻസിന്റെ മെത്തഡോളജി നോക്കണമെങ്കിൽ ആദ്യ പദ്രയിൽ ഇത്രക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം അച്യുതൻ കമ്മീഷൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? പദ്രയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, എത്ര മാത്രമുണ്ട്, അവിടെ ജനസംഖ്യ എത്രയാണ്, അവിടെ പിന്നെ ഏതൊക്കെ തോതിലാണ്, ഏതൊക്കെ അളവിലാണ് അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് പരിശോധിക്കുക എന്നുള്ളതല്ലേ ഒരു സയന്റിഫിക് കമ്മീഷന്റെ ഒരു ചുമതല. അത് പരിശോധിച്ചിട്ടില്ല. അത് പരിശോധിക്കണമെന്ന് പിന്നീട് ആവശ്യപ്പെടുകയാണ് അച്യുതൻ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പിന്നെ നോക്കാം. ഇത് എൻഡോസൾഫാൻ MRL വാല്യൂ ആണ്. യൂറോപ്യൻ യൂണിയന്റെ MRL വാല്യൂ ആണ്. അവിടെ അറിയാം 30 ppm ആണ് എൻഡോസൾഫാൻ പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റഡി ബൈ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പഠനമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പഠനത്തിൽ ഒരു തമാശയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടിയത് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിന്റെ സൈറ്റിൽ നിന്നാണ്. ഒരു 15 പേജ് റിപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. വളരെ ചെറിയൊരു വളരെ ബ്രീഫായിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ഞങ്ങളത് മുഴുവൻ എടുത്ത് അതിനൊരു ഒരു ക്രിറ്റിസിസം തയ്യാറാക്കി കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് തോന്നി ഇത് അങ്ങനെ ആയിരിക്കില്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇത്ര മതിയോ? എന്നിട്ട് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് വിവരാവകാശ നിയമപ്രകാരം ഒരു കത്ത് കൊടുത്തു. അദ്ദേഹം 55 പേജുള്ള ഒരു റിപ്പോർട്ട് തന്നു. 2 റിപ്പോർട്ട് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതോ രണ്ടാമത്തെ റിപ്പോർട്ട് ആണ്, രണ്ടാമത്തെ 15 പേജുള്ള വളരെ സെലക്റ്റീവായിട്ടുള്ള ടേബിൾസ് ഉള്ള 15 പേജ് റിപ്പോർട്ടാണ് ശ്രീമതി ടീച്ചർ ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് പത്രസമ്മേളനം നടത്തുകയും എല്ലാദിക്കലും വിതരണം ചെയ്യുകയും ചെയ്ത്. അതാണ് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിന്റെ വെബ്സൈറ്റ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഞങ്ങളത് എടുത്തത്. അത് ഫോർ മനുഷ്യനിലേക്ക് എക്സ്ട്രാപോളേറ്റ് അല്ല, അസോസിയേഷൻ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഒരു സാധനം മറ്റൊന്നുണ്ടാക്കുന്ന അസോസിയേഷൻ നോക്കണം. അസോസിയേഷൻ മാത്രമാണ് 2 ഒബ്സർവേഷൻ സ്റ്റഡീസ് കിട്ടുക. അതുകൊണ്ട് മാത്രം കൂടുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞ തെറ്റുള്ളത്. ഈ തളിക്കാത്ത മേഖലയിൽ നോക്കുമ്പം തളിക്കാത്ത മേഖലയിൽ ചില അസുഖങ്ങൾ കൂടുതലാണെന്നും തളിച്ച മേഖലയിൽ കുറവാണെന്നും പറഞ്ഞാൽ ആ ലോജിക്ക് അപ്ലൈ ചെയ്ത് സാറ് പറഞ്ഞു എന്താ അങ്ങനെയാണെങ്കിൽ തളിച്ചത് കൊണ്ട് കുറെ അസുഖം കുറഞ്ഞില്ലേ എന്ന് പറയേണ്ടതെന്ന്. അതിനൊരു ചെറിയ പ്രശ്നം വെച്ചാൽ അപ്പോൾ അത് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ അസോസിയേഷൻ്റെ കളി കളിക്കുന്നത്. ഫസ്റ്റ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കും. സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ല, അതുകൊണ്ട് എടുക്കില്ല. ആണെങ്കിൽ തന്നെ നമ്മൾ രണ്ടാമത് നോക്കും ബയോളജിക്കൽ പ്ലോസിബിലിറ്റി ഉണ്ടോ, ഈ എൻഡോസൾഫാന് ഒരു വ്യക്തിയിലെ ക്യാൻസർ കുറക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക് ഇത് ചെയ്യണം. അവിടെയാണ് അതിൻ്റെ അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിയാൽ രണ്ടാമത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ദാറ്റ്സ് ദ ബയോളജിക്കൽ പ്ലോസിബിലിറ്റി. ബയോളജിക്കൽ പ്ലോസിബിലിറ്റി എസ്റ്റാബ്ലിഷൻ മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഉപയോഗിച്ചത്. അല്ലാത്തതിന് ഞാൻ ഉപയോഗിച്ചത് NIH, ICMR, CMC, NIMS. ഒരു പറഞ്ഞ പോയിന്റ് പറഞ്ഞോളൂ സാറേ. പിന്നെ പഞ്ചാബിലെ ഇത് പറഞ്ഞു. പഞ്ചാബിലെ ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആശ്രയിച്ചത് പഞ്ചാബിലെ ക്യാൻസർ ഉദ്ദേശിച്ചത് ക്യാൻസർ വാർത്തകളല്ല ഞാൻ പറഞ്ഞത്. വാർത്ത ഒന്ന് കാണിച്ചെങ്കിലും പിന്നീട് 2 പബ്ലിഷ്ഡ് ലിറ്ററേച്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റേതിൻ്റെ സ്റ്റഡി കൊണ്ടുവരേണ്ടതാണ്. കാലിക്കറ്റ് മെഡിക്കലിൻ്റെ സ്റ്റഡിയും NIHന്റെ സ്റ്റഡിയും ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എക്സ്റ്റെൻസീവ് റിവ്യൂ ചെയ്താണ്. അതിൻ്റെ ഓരോ ടേബിളോ അതിൻ്റെ സിഗ്നിഫിക്കൻസിലോ കിടക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു, അതെന്തെങ്കിലും ഉണ്ടാക്കിയത്. പിന്നെ നിരാമയ 2010 വളരെ ഇമ്പോർട്ടൻറ്റ്, സാർ വളരെ സൂചിപ്പിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാസർഗോഡ് ഇപ്പം എവ്രിബഡി വാണ്ട് ടു ഗെറ്റ് ഇൻ ദീസ് തിങ്സ്, എവ്രിബഡി വാണ്ട് ടു ഡു സംതിങ് എൽസ്. ഈ നിരാമയ ഈ ചാണകം കൊടുക്കുന്ന പരിപാടി അത് തുടങ്ങി അന്നത്തെ രാവിലെ ഐ വെന്റ് ടു ബ്ലോക്ക് ദാറ്റ്. ഐ സിംഗിൾ ഹാൻഡഡ്ലി വെന്റ് ടു ബ്ലോക്ക് ദാറ്റ്. അത് വേറെ കാര്യം. അത് രാവിലെ മിനിസ്റ്ററിനെ പോയിട്ട് ബ്രീഫ് ചെയ്ത് പറഞ്ഞത് ഇത് പങ്കെടുക്കരുത്, ഇത് അശാസ്ത്രീയമാണെന്നും ഇത് തെറ്റാണെന്നും ഒരു തെളിവില്ലാത്ത വസ്തുവാണ് ഞാനാണ് പറഞ്ഞത്. അതിനെനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതിനിപ്പം ഇതാക്കിയിട്ട് അതിന് അന്നത്തെ ദിവസം വൈകിട്ട് തന്നെ ജന്മഭൂമി, കാരണം ആ സംഘടനയ്ക്ക് ഒരു RSS ടച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ മുഹമ്മദ് ബഷീർ പേരും കൂടി വന്നപ്പോൾ എന്തെല്ലോ ആക്കാനൊരു പരിശ്രമം നടന്നു. പക്ഷേ എൻ്റെ DMO എന്നെ സപ്പോർട്ട് ചെയ്തു. പിറ്റേ ദിവസം വാർത്ത വന്നത് അലോപ്പതി ആയുർവേദത്തിനെതിരെ തിരിയുന്നതാണ്. ഇത് ആയുർവേദമാണെന്ന് അയാൾ ഇതിന് തീരുമാനിച്ച്. എന്നിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റി, ഇതിപ്പോൾ ഒരു കമ്മിറ്റി അല്ല, ഒരു ഇൻഡിവിജ്വൽ ഒരു ആയുർവേദ ഡ്രഗ് ഇൻസ്പെക്ടർ ഇത് ഇൻസ്പെക്ട് ചെയ്ത് അവിടെ കൊടുത്തു. അവരുടെ കഷ്ടകാലത്തിന് അവരിത് സെക്രട്ടറി കൊടുക്കുമ്പോൾ ആ റൂമിൽ ഞാനും ഉണ്ട്. അവർ പറഞ്ഞ് ഇത് ഒരു പ്രശ്നമില്ല, ആരോ ഇത് ബ്ലോക്ക് ചെയ്താ. ഞാൻ പറഞ്ഞു ഐ വാസ് ദ പേഴ്സൺ. എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തു ഞാൻ പറഞ്ഞു. എത്തിക്കലി എന്തുകൊണ്ട് കറക്റ്റ് അല്ല, പ്രോസസ്സ് എന്തുകൊണ്ട് കറക്റ്റ് അല്ല എന്നുള്ള വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഐ ആസ്ക്ഡ് ദ സെക്രട്ടറി, സാർ ഇവർ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്, ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ട്, അത് പഠിക്കട്ടെ. അല്ലാതെ ഒരു സ്വകാര്യ ഏജൻസി വന്നിട്ട് പഠിച്ചു വിടുകയല്ല. ഇവിടുത്തെ ആൾക്കാർ ഗിനിപ്പന്നികളല്ല. അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഇത് നമ്മൾ സംഭവിച്ചില്ല സാറേ.
ഞാൻ എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ പ്രഷർ ഇരിക്കുമ്പോൾ പറഞ്ഞ് ഓരോരാൾ ഈ പറയുന്ന പോലെ ലിസ്റ്റ് പെടണം, ഒരാൾ ആത്മഹത്യ ചെയ്തു. അന്ന് ആത്മഹത്യ ചെയ്യുന്ന ദിവസം നമ്മളുണ്ടായ ടെൻഷൻ എന്താ അറിയോ? ആദ്യം കുറച്ച് പേരുടെ ലിസ്റ്റ് നമ്മളിത് കൊടുത്ത് പെട്ടെന്ന് ഇതാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇതാക്കിയിട്ട്, അതായത് നിലവിലുള്ള ലിസ്റ്റിനകത്ത് കുറേ അപാകതകളുണ്ട്. ഞാൻ പറഞ്ഞു, എടുത്തെടുത്ത് പറഞ്ഞു. അതിൽ നമ്മൾ ഇതാക്കാൻ വേണ്ടി പറയുന്നു. അതിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ജൂൺ 2011 സെക്രട്ടറി നമ്മൾ മീറ്റ് ചെയ്ത് നടന്നത്, ഐ സ്റ്റേറ്റഡ് ദാറ്റ് ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ ആ പ്രശ്നം ലിസ്റ്റ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രശ്നമില്ല എന്നല്ല, ഞാൻ APL BPL കാര്യം പറഞ്ഞ പോലെ. എന്നിട്ട് അതിൽ ഇതെന്താ ഈ നിയന്ത്രണം അത് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ശാസ്ത്രലോകം ഇതിൻ്റെ മുകളിൽ നിയന്ത്രണം തിരിച്ചു പിടിക്കേണ്ടത്, അതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇത് PCK ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഫണ്ട് ഷുഡ് കം, കാശ് ആൾക്കാർ കൊടുക്കുന്നതിൽ ഡെഡ് അഗെയിൻസ്റ്റ് ആണ് നമ്മളിത്. അത് ഞാൻ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് മീറ്റിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് മിനിറ്റും ചെയ്തിട്ടുണ്ട്. കാശ് അല്ല കൊടുക്കേണ്ടത്, ആരോഗ്യ സംവിധാനങ്ങളും സാമൂഹിക സംവിധാനങ്ങളും മെച്ചപ്പെടുത്തേണ്ടത് വിത്ത് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ സാമൂഹിക ഇതിൻ്റെ വ്യത്യാസം കണക്കിലെടുത്ത് കൊണ്ട് തന്നെ അത് ചെയ്യേണ്ടതാണ്. ഇത്ര മാതൃമാച്ച് പതിൽ പ്രസിദ്ധീകരിക്കുന്ന താങ്കളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ രോഗങ്ങളുടെ അവസ്ഥയും രോഗങ്ങളുടെ എണ്ണയും. സാറ് അല്ല, അപ്പം ഇതാണ് ഈ രോഗങ്ങളുടെ എണ്ണം പറഞ്ഞു. ഈ എണ്ണം വല്ലാതെ ട്രിക്കി സാധനമാണ്. If somebody asks me, എൻഡോസൾഫാൻ ക്യാൻസർ ഉണ്ടാക്കോ? ക്യാൻസർ ഉണ്ടാക്കും, അതൊരു രോഗമാണ്. ക്വസ്റ്റ്യൻ വായിച്ചത് ശരി. മാതൃഭൂമി ആഴ്ചപ്പതിൽ പ്രസിദ്ധീകരിച്ച് കണ്ടത് താങ്കളുടെ ചില സ്ലൈഡുകളിൽ കാണാനിടയായതുമായ രോഗലക്ഷണങ്ങൾ സെറിബ്രൽ പാൾസി, ഹൈഡ്രോകെഫാലസ്, എൻഡോസൾഫാൻ കാരണമാണോ? നല്ല ചോദ്യം സാർ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞാൽ കാരണം എന്ന് പറയുന്നത്, ഞാൻ പറയാം, ഈ ഇൻസിഡൻസ് കൂടുതലാണോ ഇപ്പം ഇത്തരം അസുഖങ്ങളുടെ ഇൻസിഡൻസ് കൂടുതലാണോ എന്നുള്ള സ്റ്റഡി. അതിന് നമ്മൾ കൺജൈറ്റൽ അബ്നോർമാലിറ്റീസ്, പ്രത്യേകിച്ച് ന്യൂറോ ബിഹേവിയർ ഡിസോർഡേഴ്സ്, കൺജൈറ്റൽ അബ്നോർമാലിറ്റീസ് കൂടുതലാണെന്ന് NIOHന്റെ സ്റ്റഡീസ് പറയുന്നു. ആ കൺജൈറ്റൽ അബ്നോർമാലിറ്റി കുറഞ്ഞു എന്നുള്ള കാര്യം ഇതിനും പറയുന്നു. ഹൈഡ്രോകെഫാലസ് ബീങ് അനദർ കൺജൈറ്റൽ അബ്നോർമാലിറ്റി. വൺ അതർ തിങ് ഈസ് ദാറ്റ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അതവിടെ ഞാൻ പറയുന്നത് ഇതിൻ്റെ സ്റ്റഡിയുടെ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഒരു വർഷം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് പറയാം. ഹൈഡ്രോകെഫാലസ് എന്നൊരു പോപ്പുലേഷനിൽ ഉണ്ടാവും. ഒരാൾ എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒരാൾക്ക് തല വീങ്ങിയിട്ടുണ്ട്, അയാൾ എൻഡോസൾഫാൻ കൊണ്ടല്ലല്ലോ എന്ന്. അല്ല, ഞാൻ വളരെ എല്ലാ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ എന്നല്ല, ആവാൻ സാധ്യതയില്ല എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പനി, നമ്മളൊരു ഉദാഹരണം പറയാം, പനി സന്ധിവേദന. കേരളത്തിൽ പനി സന്ധിവേദന ഉണ്ടായി, ഇന്ന് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, മലേറിയ വരെ നമ്മൾ പറയും. അതേസമയം ഇതേ ലക്ഷണം ആഫ്രിക്കയിൽ ഉണ്ടായി കഴിഞ്ഞാൽ യോങ് ഫീവർ, വെസ്റ്റ് നൈൽ ഫീവർ, യെല്ലോ ഫീവർ എന്നൊക്കെ പറയും. എന്തുകൊണ്ട് പറഞ്ഞാൽ എൻഡമസിറ്റി എന്നൊരു സാധനമുണ്ട്. എക്സ്പോഷർ അവിടെ ഉണ്ടായിട്ടുണ്ടോ, ആ സാധനത്തിലുള്ള കാരണഭൂതമായ സാധനം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഹൈഡ്രോകെഫാലസ് പലതും ഉണ്ടാക്കാം. ന്യൂറൽ ട്യൂബൽ ഡിഫക്ട്സ്, ഹൈഡ്രോകെഫാലസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിന് ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട്. എൻഡോസൾഫാൻ ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റഡീസ് ഉണ്ട്. അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ചൈനയുടെ നടന്ന സ്റ്റഡീസ് ആണ് സാർ. ചൈനയിൽ നടന്ന സ്റ്റഡീസ് ഉണ്ട്. ന്യൂറൽ ട്യൂബൽ ഡിഫക്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റഡീസിന് അതിൻ്റെ ഓഡ്സ് റേഷ്യോ അടക്കം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ രണ്ട് പോപ്പുലേഷൻ ബേസ് ചെയ്ത സ്റ്റഡിയും ലഭ്യമാണ്. ഇതിൻ്റെ ആഡഡ് പോയിന്റ് ആണ് അവിടെ ഇഫക്റ്റ് കോസ് ഉണ്ടായിട്ടുണ്ടോ എന്ന്, അതായത് എക്സ്പോഷർ എന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ, എൻഡോസൾഫാൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കാരണങ്ങൾ കൊണ്ടാവാം. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ ചോദിച്ചിട്ട് ഇയാൾക്കുള്ള അസുഖം എൻഡോസൾഫാൻ ഉണ്ടോ ചോദിച്ചാൽ ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നറിയോ? ജനറൽ പോപ്പുലേഷനിൽ ഒരു ക്യാൻസർ ഉണ്ടാവും, ആ ക്യാൻസറിന്റെ ഹയർ ഇൻസിഡൻസിൽ വരുന്ന ഇതാവാം. നമുക്ക് ചോദിക്കാൻ പറ്റാവുന്ന കാര്യം വെദർ ഹീസ് എ ക്രോണിക് സ്മോക്കർ വിച്ച് ഹാസ് എ ലിറ്റിൽ ബിറ്റ് ബിഗർ ഓഡ്സ് വെൻ കമ്പയർഡ് ടു എൻഡോസൾഫാൻ ഇൻ കേസ് ഓഫ് ലങ് ക്യാൻസർ. അത് മാത്രമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ച് കുറേ സാഹചര്യ തെളിവുകളും കുറേ ഹിസ്റ്ററിയും അതർ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് റൂൾ ഔട്ട് ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഫോർ ഹൈഡ്രോകെഫാലസ് ദർ ഇസ് ഡെഫിനിറ്റ് മെന്റൽ റിട്ടാർഡേഷൻ, ദർ ഇസ് ഡെഫിനിറ്റ് സ്റ്റഡീസ് ഓൺ ദാറ്റ്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡി നമ്മൾ നടത്തണമെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ക്യാമ്പുകളെല്ലാം തീരുകയാണെങ്കിൽ, ക്യാമ്പുകൾ തീരാതിരിക്കില്ല. ക്യാമ്പുകൾ തീരുന്ന നമ്മൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട പരിശ്രമമുണ്ട്. കാരണം ഇത് ലാസ്റ്റ് ക്യാമ്പായിട്ടാണ് നമ്മൾ സർക്കാരിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പ് ഇപ്പോൾ 1-2 ആൾക്കാർ വരുമ്പോൾ ട്രീറ്റ്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ വേറൊരു പോസിറ്റീവ് കാര്യം നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ, ഇത് ക്യാമ്പിലൂടെ നടത്തിയപ്പം എൻഡോസൾഫാൻ ലിസ്റ്റ് പെടുത്താൻ പറ്റാത്ത കുറേ ആൾക്കാർ ഇപ്പം വരുന്നുണ്ട്. ഇപ്പം നല്ല കാലത്ത് വന്നിരുന്നു. അവർ നമ്മുടെ പള്ളിക്കരയിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പം കഴിഞ്ഞ മീറ്റിംഗിൽ CMന്റെ മീറ്റിംഗ് തീരുമാനിച്ചു പറഞ്ഞാൽ ഇത്തരം റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാരെ ഗവൺമെന്റിന്റെ മറ്റു പദ്ധതികൾ, ആരോഗ്യ കിരണം,
മറ്റ് പദ്ധതി നമ്മൾ കൃത്യമായിട്ട് ആളെ റെക്കഗ്നൈസ് ചെയ്യാണ്. അപ്പം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യകിരണം മറ്റ് പല പദ്ധതിയുണ്ട്, ആ പദ്ധതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യും. എൻഡോസൾഫാൻ എന്ന ലിസ്റ്റ് പൂർണ്ണമായിട്ട് എൻഡോസൾഫാൻ രോഗികളെ ആക്കാൻ വേണ്ടി സാധിക്കണമെന്നുള്ളൊരു ഒരു പരിശ്രമമാണ്. ആ പരിശ്രമത്തിൽ നല്ലൊരു സപ്പോർട്ട് അറ്റ്ലീസ്റ്റ് ഫ്രം ദ രാഷണൽ തിങ്കേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. താങ്ക് യു. ഒരുപാട് വൈകി, ഞാൻ പെട്ടെന്ന് പറയാം. ഈ കാസർഗോഡ് ജില്ലയിലെ തളിച്ച പഞ്ചായത്തുകളും തളിക്കാത്ത പഞ്ചായത്തുകളിൽ നിന്നും 2 വീതം മണ്ണ് സാമ്പിളുകൾ ഈ സർക്കാർ അധികാരത്തിൽ ഏറ്റെടുത്ത ഉടനെ തന്നെ എടുത്ത് പരിശോധിച്ചു. വെള്ളായണിയിലെ അഗ്രികൾച്ചർ കോളേജിലെ അക്രഡിറ്റഡ് ലാബറട്ടറിയിൽ പരിശോധിച്ചിരുന്നു. അവിടുന്ന് 2 സാമ്പിൾ ഒഴിച്ച് ബാക്കി ഒരു സാമ്പിളിലും എൻഡോസൾഫാൻ ഉണ്ടായിരുന്നില്ല. ആ 2 സാമ്പിളിൽ എൻഡോസൾഫാൻ ആൽഫയും ബീറ്റയും കൂടുതൽ, സൾഫേറ്റ് കുറവ്. അതിൻ്റെ അർത്ഥം തന്നെ അത് അടുത്ത കാലത്ത് ആ സാമ്പിൾ ഒഴിച്ചിട്ടാണ് ഇത് കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലും കൂടിയാണ് അവിടെ നടക്കുന്നത്. പിന്നെ NIMS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യം ഡോക്ടർ അഷീൽ പറഞ്ഞു. പക്ഷേ അതിലുള്ള 2 കാര്യങ്ങൾ, ഒന്ന് പറഞ്ഞാൽ ഇപ്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക, ശരിയല്ലാത്തതാണ്. NIMSൻ്റെ പഠനം NIMS കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് മോളിയാറിലും ബോവിക്കാനത്തുമാണ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ ആദ്യത്തെ NIOHൻ്റെ പഠനം നടന്നിട്ടുള്ളത് മീഞ്ചയിലും പദ്രയിലുമാണ്. അപ്പോൾ ഇത് രണ്ടും 2 സ്ഥലങ്ങളാണ്. അപ്പോൾ 2 സ്ഥലത്ത് 2 റെഫറൻസ് പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ടെന്ന് NIMS പറയുന്നത് ശരിയല്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രാർത്ഥ പരിഷത്തിൻ്റെ ഒരു അംഗം എന്നുള്ള നിലയിൽ 1999-2000 തന്നെ നമ്മൾ ഇവിടെയുള്ള 8 പഞ്ചായത്തുകളിൽ ഈ എസ്റ്റേറ്റുകൾക്ക് തൊട്ടടുത്ത് 1/2 കിലോമീറ്റർ ഉള്ളിലുള്ള ഗ്രാമങ്ങളിൽ 8 ഗ്രാമങ്ങളിൽ പഠനം നടത്തിയിട്ടുണ്ടായിട്ടുണ്ട് 1999-2000. അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പദ്രയിൽ ഞാൻ പോയിട്ടുണ്ട്, അന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ പദ്രയിൽ സംസ്ഥാന ശരാശരിയേക്കാളും കൂടുതൽ ഉയർന്ന തോതിലുള്ള ഇൻസിഡൻസ് അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ തളിച്ചിട്ടുള്ള മറ്റ് 7 ഗ്രാമങ്ങളിലും, സമാനമായിട്ടുള്ള 7 ഗ്രാമങ്ങളിലും ഈ ഹയർ ഇൻസിഡൻസ് ഇല്ല. ഒറ്റ ഗ്രാമത്തിൽ മാത്രമേ ഉള്ളൂ. സമാനമായിട്ട് തന്നെയാണ് എല്ലാ ദിക്കിലും തളിച്ചത്. അപ്പോൾ അത് ശാസ്ത്രഗതിയിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ അന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അന്നേരം എൻഡോസൾഫാൻ എങ്ങനെ അക്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? കാരണം 8 സ്ഥലത്ത് തളിച്ചിട്ട് 1 സ്ഥലത്ത് മാത്രമേ സംസ്ഥാന ശരാശരിയേക്കാളും കൂടുതലായിട്ട് ഇൻസിഡൻസ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഡോക്ടർ അഷീൽ ഇവിടെ പറഞ്ഞത്. കാരണം ദേഹത്ത് നേരിട്ട് വീണ് കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാവും. ഛർദിയോ അല്ലെങ്കിൽ 2ആയിട്ടുള്ള കാഴ്ചയോ അങ്ങനെയുള്ള അക്യൂട്ട് ടോക്സിസിറ്റിക്കുള്ള ബാക്കിയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഞാനും ബൈക്കിൽ പോകുമ്പോൾ ഇത് ദേഹത്ത് വീണിട്ടുള്ള ആളാണ്. എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും തൊഴിലാളികളും ഒക്കെ ഈ ഭാഗങ്ങളിലുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ എസ്റ്റേറ്റിന് അകത്ത് താമസിക്കുന്നുണ്ട് തൊഴിലാളികൾ, അവരുടെ വീടുകളുണ്ട്. അതിൽ അതും മറ്റുള്ള ദിക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല. ഇവിടെ അമ്പലമുകളിൽ എൻഡോസൾഫാൻ ഉണ്ടാക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. ഗുജറാത്തിലെ പ്ലാന്റിൽ ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ തൊഴിലാളികളുടെയും അവരുടെ കുട്ടികളുടെ ഇടയിലുള്ള ഇതും ഇവിടുത്തായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. അങ്ങത്താൻ ഒരു പഠനവും ഇല്ലല്ലോ. എന്താണിത് നടക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എവിടെയാണ് സയൻറ്റിഫിക് മെത്തഡോളജി സോഷ്യൽ ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അറിയുക? പിന്നെ വേറൊന്ന്, ഈ മെഡിക്കൽ ക്യാമ്പുകൾ സ്കൂളുകളിൽ വെച്ച് നടന്നതാണ്. വളരെ വളരെ മീഗർ ഫെസിലിറ്റി. 1 മിനിറ്റിൽ ഒരാൾ പുറത്ത് ആയിരങ്ങൾ കാത്തു നിൽക്കുന്നു. 1 മിനിറ്റിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ക്യുക്കായിട്ട് നോക്കിയിട്ട് അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഇത് എൻഡോസൾഫാൻ കൊണ്ടാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? യെസ് ഓർ നോ ടിക്ക് ചെയ്താൽ മതി. ഈ ടിക്കിംഗ് ആണോ നമുക്കൊരു സയൻസിന്റെ അടിസ്ഥാനം? ഇതാണോ എൻഡോസൾഫാന്റെ കോസാലിറ്റി പ്രൂവ് ചെയ്യുന്നത്? ഇങ്ങനെയാണോ നമ്മൾ പഠിക്കേണ്ടത്? ഇതാണോ നമ്മൾ പഠിച്ച സയന്റിഫിക് മെത്തഡോളജി? പിന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യം. എന്ത് മനുഷ്യാവകാശ കമ്മീഷൻ? അവിടെയൊക്കെ സയൻസിന്റെ മെത്തഡോളജി മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കേണ്ടതല്ലേ, പഠനം നടത്തേണ്ടതല്ലേ? ഇത് യാതൊന്നുമില്ലാണ്ട് അങ്ങ് 5 ലക്ഷം രൂപ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ മുകളിൽ കടിച്ചു തൂങ്ങിയിട്ടാണ് ഇഷ്യൂ ഇത്രക്കും വഷളായി മാറിയത്. പിന്നെ അത്രയും. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പെട്ടെന്ന് നിർത്താം. ഡോക്ടർ ശ്രീകുമാറിനോട്, പബ്ലിഷ് റിപ്പോർട്ടിനെ കൗണ്ടർ ചെയ്യാൻ RTIയിലൂടെ സർക്കാർ ഓഫീസുകളിൽ നിന്നും മറ്റുമെടുക്കുന്ന ഉത്തരങ്ങളെയും പത്രവാർത്തകളെയും ആശ്രയിക്കുന്നത് എത്രമാത്രം ശാസ്ത്രീയമാണ്? ഞാൻ പത്രവാർത്തകൾ ആശ്രയിച്ചത് അവിടെ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. RTI ഈ ഫാക്ട്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സോഴ്സാണ്. അത് ഒരു ഡോക്യുമെൻ്റായിട്ട് കോടതി വരെ അംഗീകരിച്ചിട്ടുള്ളതാണ്. കാരണം അങ്ങനെ അല്ലാണ്ട് നമുക്ക് ഡാറ്റ കിട്ടുന്നില്ല.
ഇപ്പം നിങ്ങൾക്കറിയോ ഇവിടെ പിന്നെ DDTൻ്റെയും എൻഡോസൾഫാൻ്റെയും ഒക്കെ ഉള്ള ഡാറ്റ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലാണ് DDT ഏറ്റവും കൂടുതൽ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ DDT ഉള്ളത് ഇന്ത്യയിലാണ്. ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, പെർമിഷൻ ഉണ്ട്, ഇപ്പോഴും ബാൻ ചെയ്തിട്ടില്ല. 231 മില്ലിഗ്രാം ഓരോ ഇന്ത്യക്കാരനിലുണ്ട് എന്നാണ് പഠനം പറയുന്നത്. എന്നിട്ട് DDT തന്നെയാണ് വെക്ടർ കൺട്രോളിന് ഉപയോഗിച്ചിരുന്നത്. കാരണം ബദലില്ല, ബദൽ പല രീതിയിലും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തേത് ഡോക്ടർ ശ്രീകുമാർ, പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികളാണോ എൻഡോസൾഫാൻ തളിക്കുന്നത്? അവരാണ് ഇത് കലക്കുകയും ഹെലികോപ്റ്ററിൽ നിറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് അവർ തന്നെയാണ്. ഈ തൊഴിലാളികൾ താമസിക്കുന്നത് എഫക്റ്റഡ് ഏരിയയല്ലേ, അതിൻ്റെ അടുത്തും അതിൻ്റെ അകത്തും ഒക്കെ ആയിട്ടാണ് ഈ തൊഴിലാളികൾ പലരും താമസിക്കുന്നത്. കാരണം രാവിലെ 7 മണി 7:30 മസ്റ്റർ വിളിക്കുമ്പോൾ എത്തണം എസ്റ്റേറ്റ് ഓഫീസിൽ. അതിൻ്റെ അടുത്തേ അവർക്ക് താമസിക്കാൻ പറ്റൂ. തൊഴിലാളികൾ ഇതിൻ്റെ പാർശ്വമായിട്ടുള്ള രോഗം ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴേ പറയുന്നു. അവിടെ റിട്ടയർ ചെയ്തവരും ഇപ്പം ഉള്ളവരുമായിട്ട് ഏകദേശം എല്ലാ എസ്റ്റേറ്റും നോക്കുമ്പോൾ 1000-ലധികം തൊഴിലാളികളുണ്ട്. 1000 ഒരു സയന്റിഫിക്കലി സിഗ്നിഫിക്കൻറ്റ് നമ്പറില്ലേ ഒരു എപ്പിഡെമിയോളജി സ്റ്റഡിക്ക്? എന്തുകൊണ്ട് അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നില്ല? അങ്ങത്താൻ ഒന്നും പാടില്ല. ചെയ്താൽ സത്യം പുറത്തു വരും. അതാണ് ചെയ്യാത്തത്. പിന്നെ WHO, EACPA, IFS മുതലായിട്ടുള്ള ഓർഗനൈസേഷൻസ് എൻഡോസൾഫാൻ മോഡറേറ്റ്ലി ഹസാർഡസ് ആണെന്ന് പറഞ്ഞു. 200-ലധികം പിയർ റിവ്യൂഡ് സ്റ്റഡീസ്, സ്റ്റഡി ബേസ്, CMC, വെല്ലൂർ മെഡിക്കൽ കോളേജ്, മണിപ്പാൽ ഇവയൊക്കെ എൻഡോസൾഫാൻ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് വ്യക്തമാക്കുമ്പോൾ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള സെൻസസും നാട്ടുകാരുടെ കേട്ടറിവും അടിസ്ഥാനമാക്കി എൻഡോസൾഫാൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഞാൻ നാട്ടുകാർ കേട്ടിട്ടല്ല പറഞ്ഞത്. ഞാൻ ഇവിടെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ പിന്നെ തളിച്ച സ്ഥലത്ത് കൂടുതലായിട്ട് ഇല്ല എന്ന് പറഞ്ഞത്. എല്ലാ നാട്ടിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കൂടുതലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെയാണ് കൂടുതൽ എന്ന് കൃത്യമായിട്ട് ഡെലിനീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാത്രമായിട്ട് ആരോഗ്യ പിന്നെ ഈ ആശ്വാസ ഇതൊക്കെ കൊടുക്കാം നമുക്ക്. പക്ഷെ അങ്ങനെ ആദ്യം ചെയ്യണ്ടേ? ആദ്യമേ കയറൂരി വിട്ടില്ലേ? ഇനിയിപ്പം വല്ലതും രക്ഷയുണ്ടോ? ഒരു രക്ഷയുമില്ല. ഇനി മെഡിക്കൽ ക്യാമ്പുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. വേറെ ഒരു ചോദ്യം കൂടെ. ഹോർമോൺ ഫങ്ഷൻസിൻ്റെ തകരാർ മൂലം മറ്റൊന്ന് റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഇത് ഇമ്പോർട്ടൻ്റായി ബാധിക്കുന്നത് കാരണം സന്താനങ്ങൾ മറ്റു നിരോധന മാർഗമില്ലാതെ കുടുംബത്തിൽ കുറഞ്ഞു വരുന്നു. ഇതിൽ നിന്നും ജനസംഖ്യാ നിയന്ത്രണം ആയി സർക്കാർ ഇത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് എൻഡോസൾഫാൻ തളി ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ഉത്തരം അർഹിക്കുന്നില്ല. പിന്നെ ഈ ചോദ്യം രണ്ടുപേരോടും കൂടിയാണ്. സംസാരിച്ച രണ്ടുപേരും ശാസ്ത്രീയ സമീപനമാണ് സ്വീകരിച്ചത് എന്നാണല്ലോ അവകാശപ്പെടുന്നത്. എങ്കിലും എങ്ങനെ ഈ വൈരുദ്ധ്യം? ശാസ്ത്രം എല്ലായിടത്തും ഒരുപോലെയല്ലേ? ശാസ്ത്രത്തിൻ്റെ സാധാരണക്കാർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇത്തരം വൈരുദ്ധ്യങ്ങൾ കാരണമാകില്ല. വേണുഗോപാൽ പി കാക്കൂർ. നല്ല ചോദ്യമാണിത്. അവിടെയാണ് മെത്തഡോളജിയുടെ പ്രാധാന്യം. രണ്ട് സയൻസ് എന്നൊക്കെ പറയുമെങ്കിലും കർക്കശമായിട്ടുള്ള മെത്തഡോളജി പ്രയോഗിക്കണം. അവിടെയാണ് പിന്നെ സയൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ നമുക്ക് പിന്നെ ഇത് വരേണ്ടത്. ആ കാർക്കശ് ഇന്നുണ്ടല്ലോ കാസർഗോഡ് ജില്ലയിൽ. നിങ്ങൾ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് ഏത് പിന്നെ കുട്ടികളുടെ ഇതുണ്ടല്ലോ ശാസ്ത്രമേളകളും അതുമാതിരിയുള്ള പരിപാടി ഒക്കെ പോയി കഴിഞ്ഞാൽ എൻഡോസൾഫാനാണ്. എൻഡോസൾഫാൻ മൂലം ഇതുണ്ടായി അതുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ വക ക്യാമ്പ് ഇതാണ് പിന്നെ പഠനം എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെയുള്ള പഠനമാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ശാസ്ത്രമേളയിലും ബാക്കിയുള്ളതിലൊക്കെ അവർ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക സയൻസിൻ്റെ ഒരു മെത്തഡോളജി സൊസൈറ്റീൻ്റെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അങ്ങനെയാണ് ഇത് നമ്മളാക്കേണ്ടത്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നും നമുക്കില്ല. അത് മാധ്യമങ്ങൾക്കും ബാക്കിയുള്ളവർക്കെല്ലാം വിട്ടുകൊണ്ട് നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വളരെ കർക്കശമായിട്ടുള്ള ഡാറ്റാ ശേഖരണത്തിലേക്കൂടെ കഴിഞ്ഞ 10 വർഷങ്ങളിലേക്ക് ബാക്കിലോട്ട് പോയിട്ട് അധികമായിട്ടുണ്ടോ എന്ന് ഒരു കൊഹോർട്ടിനെ ഒരേ സമയത്ത് ജനിച്ച ഒരു ഗ്രൂപ്പിനെ വെച്ചിട്ട് പഠിക്കാവുന്നതാണ്. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞ മദ്രാസിലൊരു സ്ഥാപനമില്ലേ, അവരെ വിളിച്ചിട്ട് കൃത്യമായിട്ട് വെച്ചിട്ട് ചെയ്തുകൂടെ? ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതങ്ങ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് വിശ്വനാഥ് സാറ് പറഞ്ഞ് അതിൻ്റെ ഇതിൽ വേണ്ടത്. നമ്മുടെ മനസ്സിൽ ശാസ്ത്രീയ ചിന്തയൊന്നുമില്ല. നമ്മൾ മാധ്യമങ്ങൾ കൂടി അങ്ങ് സഞ്ചരിക്കുന്നു. എപ്പോഴും ഈ ജൂറിസ്പ്രുഡൻസിൽ ഒരു ഇതുണ്ട്, ഓൾവേസ് ഹിയർ ദ അതർ സൈഡ് ബിഫോർ മേക്കിംഗ് എ ജഡ്ജ്മെന്റ്. നമ്മൾക്ക് ഇന്ന് കേരളത്തിൽ നടക്കുന്ന സകല ഇഷ്യൂസിലും വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വാക്കാണത്. അപ്പോൾ അതുകൊണ്ട് മറ്റേ സൈഡ് തീർച്ചയായിട്ടും കണ്ടറിഞ്ഞ് പരിശോധിച്ചിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. സയൻസിൻ്റെ കൃത്യമായിട്ടുള്ള മെത്തഡോളജി നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യണം. താങ്ക്സ്. താങ്ക് യു സർ. ഒരു 3-4 ഇഷ്യൂസ് കൂടി റേസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, NIOHും കാലിക്കറ്റ് മെഡിക്കൽ കോളേജും 2 സ്ഥലങ്ങളാണ് പഠിച്ചത്. അതുകൊണ്ട് അവരുടെ ഡാറ്റ കമ്പയറബിൾ അല്ല എന്നുള്ളത്, അവരുടെ നിംസ് ചെയ്തത് ശരിയല്ല എന്ന്. അതിനാണ് പറയുന്നത് ജനറലൈസബിലിറ്റി. ഒരു സ്റ്റഡിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കുന്നത്
You take this population, you do in another population. Another population means same settings, another this population. അങ്ങനെ കുറേ ചെയ്യുന്ന സമയത്ത് you take 100 different samples, 95% times you are going to get the same result. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് പി വാല്യൂ വിത്ത് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് ടെക്നിക്കലി നമ്മൾ പറയുന്നത്. അത് ചെയ്യുന്ന പറഞ്ഞാൽ അതിനുശേഷം അത് ജനറലൈസ് ചെയ്യാൻ സാധിക്കണം. ആ ജനറലൈസിബിലിറ്റി വെച്ചിട്ടാണ് ഈ രണ്ട് ഇതും നമ്മൾ ചെയ്യുന്നത്. അതിനാണ് അവർ അസസ് ചെയ്യുന്നത്. അതിൻ്റെ മെത്തഡോളജിയും അതിൻ്റെ ലിമിറ്റേഷനും ജനറലൈസിബിലിറ്റിയും എല്ലാം വെച്ചിട്ടാണ് വളരെ മെറ്റിക്കുലസ് ആയിട്ട് 3-4 പോയിന്റിൽ വന്നത്. സാർ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് വളരെ കൃത്യമായിട്ട് യോജിക്കുന്നു. കർക്കശമായ ശാസ്ത്രീയ നിലപാടുകളായിരിക്കും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൽ ഡൈലൂഷൻ പാടില്ല. സോഴ്സുകൾ ക്ലിയർ ആയിരിക്കണം. സോഴ്സുകൾ പബ്ലിഷ്ഡ് ഡാറ്റ ആയിരിക്കണം. ആ മെത്തഡോളജി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഹിൽസ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ സിറ്റിസൺസ് ഗൈഡ് പോലെയുള്ള സംഭവങ്ങളായിരിക്കണം. അല്ലാതെ സെൻസസോ NPRPയുടെ ഡാറ്റ ആവരുത്. 1. 2, ഹയർ ഇൻസിഡൻസ് ആൻഡ് ഇത് എന്താ ഈ സ്റ്റേറ്റ് സർവേനേക്കാളും ഹയർ ഇൻസിഡൻസ്. ഒരു കാര്യം എന്ന് വെച്ചാൽ അത് പറയുന്നത് ഈ സർവേ ഞാൻ നേരത്തെ വിശദീകരിച്ചു, അതുകൊണ്ട് ഇതാക്കുന്നില്ല, വിശദീകരണം കൊടുക്കുന്നില്ല. ഈ ഇൻസിഡൻസിൻ്റെയും അതിൻ്റെ എങ്ങനെ ഉണ്ടാവുന്നതും ഈ സർവേ മെത്തഡോളജിയുടെ പ്രശ്നം ഞാൻ പറഞ്ഞാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ പോകുന്ന സമയത്ത് എൻഡോസൾഫാൻ ശരീരത്തിൽ വീണിട്ടുണ്ട്, അക്യൂട്ട് ഇഫക്ട്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാറുഖ് ഖാൻ പുകവലിക്കാറുണ്ട്, അയാൾക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ്. അതിൽ അടിസ്ഥാനമുണ്ടെന്ന് പറയുന്നത്. കാരണം ഇൻഡിവിജ്വൽ സസെപ്റ്റിബിലിറ്റി കുറേ ഏറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഡോസ്, ഡ്യൂറേഷൻ, ഇൻഡിവിജ്വൽ സസെപ്റ്റിബിലിറ്റി കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു വാദം ശരിക്കും നിൽക്കില്ല. കാരണം പുകവലിക്കുന്ന കുറേ ആൾക്കാർ 30 വർഷം പുകവലിച്ച് ഒന്നും സംഭവിക്കാതെ മരിക്കുന്നവരും 2 വർഷം പുകവലിച്ചിട്ട് ക്യാൻസർ വരുന്നവരും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഡിവിജ്വൽ സസെപ്റ്റിബിലിറ്റി ഫാക്ടർ, അതുകൊണ്ട് എളുപ്പത്തിൽ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, നത്തിങ് ടു ഒഫൻഡ്. പിന്നെ ഈ വളരെ ഇമ്പോർട്ടൻറ്റ് സാർ റൈസ് ചെയ്ത് ക്യാമ്പിൻ്റെ അകത്ത് ആദ്യം ഉണ്ടായിരുന്നു എൻഡോസൾഫാൻ യെസ് ഓർ നോ, വെദർ ദ ഡിസീസ് ക്യാൻ ബി ഡ്യൂ ടു എൻഡോസൾഫാൻ യെസ് ഓർ നോ. വളരെ അശാസ്ത്രീയമായ ഒരു ചോദ്യമാണ്, അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അത് മാറ്റിയതും. പിന്നീടുള്ള ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്ര മാത്രം പറയുന്നത് വെദർ ദ ഡിസീസ് ഈസ് ബയോളജിക്കലി പ്ലോസിബിൾ ടു ടു എൻഡോസൾഫാൻ എന്നുള്ള അത് മാത്രമേ ഇരുന്ന് പറയാൻ പറ്റുള്ളൂ. ഇയാളുടെ MR ആയിട്ട് വന്നു. ഈ MR ഈ ശാസ്ത്രീയ തെളിവുകൾ ലഭ്യമായിട്ട് നമ്മൾ അതിന് മുമ്പ് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിസംബറിലൊക്കെ നടന്ന സാറിൻ്റെ ഡാറ്റ എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിരുന്ന ചുമ്മാ അവിടെ കൂടെ ഇരുത്തുക ചെയ്തത്. ഇപ്പം തലേ ദിവസം വിളിച്ച് ഒരു ദിവസം മൊത്തം ക്ലാസ് എടുത്ത് ഡിസ്കഷൻ നടത്തി ന്യൂറോളജിസ്റ്റും എല്ലാവരും അവരിരുന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് വി വിൽ കം ഇൻ ടു സം റെലവൻറ്റ് പോയിന്റ്സ്. ആ റെലവൻറ്റ് പോയിന്റ്സ് വെച്ചാണ് പിറ്റേ ദിവസം ക്യാമ്പിൽ, ഈ കഴിഞ്ഞ ക്യാമ്പിൽ വന്നത്. ആ ക്യാമ്പിനനുസരിച്ച് നമ്മൾ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഈ പറഞ്ഞ അസുഖങ്ങൾ, നമ്മൾ പറഞ്ഞ അസുഖങ്ങൾ അകത്തുപെടുന്നതാണോ ഈ അസുഖം? അത്രമാത്രം നിങ്ങൾ പറയണ്ടു. നിങ്ങൾ ഏജ് അവിടെ നിന്ന സ്ഥലമൊന്നും നോക്കുന്നില്ല, അത് പിന്നീട് നമ്മൾ വെരിഫൈ ചെയ്യും. നൗ വാട്ട് വി ആർ ഡൂയിങ് ഈസ് 3-4 കാര്യം വെരിഫൈ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പേഷ്യൻറ്റിൻ്റെ അവസ്ഥ, അവരെ ബയോളജിക്കൽ പ്ലോസിബിലിറ്റി നോക്കി മെഡിക്കൽ ക്യാമ്പിന് ശേഷം വി വിൽ റീവെരിഫൈ ദാറ്റ്. അതിനുശേഷം ഇവരുടെ അവിടെ താമസിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. താമസിച്ചിട്ടുണ്ടെങ്കിൽ GPS കോർഡിനേറ്റ്സ്, നമ്മൾ GIS അതിന് GPS യൂണിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അവർ GPS കോർഡിനേറ്റ്സ് എടുക്കും. അത് പ്ലാന്റേഷൻ എത്ര ദൂരാണ് നോക്കും. അതുകൂടാതെ ഇവരെ വയസ്സും പ്രായം, ഇത് ഈ ഒരു സിസ്റ്റം ഇതിൻ്റെ അകത്ത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരിടേണ്ടി വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഈ പ്രശ്നം ഉണ്ടായ നേരത്തെ സാറ് പറഞ്ഞ വളരെ കാര്യം, ഒരു പരിധി വരെ കൈവിട്ട് പോയെടുക്കുന്ന തിരിച്ചു പിടിക്കേണ്ട ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തിരിച്ചു പിടിക്കുമ്പോഴൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഞാൻ ഇന്ന് ഇവിടെ വന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ആ റെസിസ്റ്റൻസിൻ്റെ സമയത്ത് ഫ്രീ തിങ്കേഴ്സായി നിൽക്കുന്ന, ശാസ്ത്രം ചിന്തിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. കാരണം ഇത് തിരിച്ച് നമുക്ക് കൊണ്ടുവരണം. ഇൻസിഡൻസിൻ്റെ കാര്യം അതുകൂടാതെ റിയൽ വിക്ടിംസിന് മാത്രമേ കിട്ടാവുള്ളൂ. നേരത്തെ സാറ് പറഞ്ഞ പോലെ അതിലെല്ലാവർക്കും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ RT ഡാറ്റ പറഞ്ഞ പോലെ ഇതിലുണ്ടോ തന്നെ RT ഡാറ്റ എത്രത്തോളം സയൻറ്റിഫിക് സ്റ്റഡീസിന് ഉപയോഗിക്കാൻ വേണ്ടി ലിമിറ്റേഷൻസ് ഉണ്ട്. ലീഗൽ ബൈൻഡിങ് ആണ്. കാരണം കൊടുത്തോൻ ഉത്തരം പറയണം, അതിനെക്കുറിച്ചിട്ട് കൊടുത്തോൻ മാത്രം ഉത്തരം പറയുന്നത്. പക്ഷേ ശാസ്ത്രീയമായിട്ട് പറയുന്ന സമയം എത്രത്തോളം ഉണ്ട്. കാരണം നമ്മോട് ചോദിക്കുക, കഴിഞ്ഞ വർഷം എത്ര അൺനാച്ചുറൽ ഡെത്ത് ഉണ്ടായിരുന്നു, മെഡിക്കൽ നേരത്തെ സൂചിപ്പിച്ച പോലെ എത്ര ഡെത്ത് അൺനാച്ചുറൽ ഉണ്ടായിരുന്നു DMOയിലൊക്കെ RT തന്നാൽ പ്രാക്ടിക്കലി വി ഡോണ്ട് ഹാവ് ദ ഡാറ്റ. പിന്നെ ഒരു തള്ളങ്ങ് തള്ളും. ആ തള്ളു പക്ഷെ എല്ലാവരും വെരിഫൈ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ആകാശത്ത് എത്ര നക്ഷത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് അടിക്കുക എന്നുള്ളത്, അടിച്ചതിന് ശേഷം അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റ അവിടെ ഉണ്ടാക്കിയാൽ മതി. അക്കോർഡിംഗ് ടു ദ ഡാറ്റ അവൈലബിൾ വിത്ത് ദ ഓഫീസിലുള്ള പേപ്പറാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം എത്ര ചിക്കൻ ഗുനി ഉണ്ടായി, നമ്മളൊരു ഡാറ്റ ഉണ്ട്. അത് ഉണ്ടായ ചിക്കൻ ഗുനിയുടെ 10-1 100-1 പോലും ആവില്ല. പക്ഷെ നമ്മൾ ചോദിക്കുമ്പം അതേ ഡാറ്റ കൊടുക്കാനുള്ളൂ, ഉള്ള ഡാറ്റ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഡാറ്റയുടെ ഒരു പ്രധാന പ്രശ്നം അത്. പിന്നെ
പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഈ തൊഴിലാളികൾ വിഷയം നേരത്തെ പറഞ്ഞ പോലെ ശ്രീകുമാർ സാറിനെ അവരുടെ ഇതിൽ പറഞ്ഞു. പ്ലാന്റേഷൻ തൊഴിലാളികൾ അതിൻ്റെ HM കമ്മിറ്റി റിപ്പോർട്ടിന് പോയി പറഞ്ഞു അക്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് പ്ലാന്റേഷൻ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കളക്ടർ അടുത്ത് പരാതി കൊടുത്തു. ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ പ്ലാന്റേഷൻ അധികാരികൾ അവർ അനുവദിച്ചിട്ടില്ല. എത്രത്തോളം ക്രൂരമാണെന്ന് ഓർക്കണം. ക്യാമ്പുകൾ പങ്കെടുക്കാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് ക്യാമ്പുകൾ ഇനി അവർക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യം കളക്ടറുടെ അപേക്ഷ വന്നിരുന്നു. ശാസ്ത്രം നമ്മൾ വളരെ കൃത്യമായിട്ടും അതിൻ്റെ ചൂഷണം ഒഴിവാക്കാനുള്ള പരിശ്രമം കൂടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി റീട്രേറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഐൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ സാക്കോണിൽ നിന്ന് സലീം അലി സെൻറ്റർ ഫോർ ഇതിൻ്റെ സാക്കോണിൻ്റെ കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ അവിടുത്തെ ഈ പെസ്റ്റിസൈഡ് റെസിഡ്യൂ ചെയ്തതിൻ്റെ ഇതെടുത്തിരുന്നു, ക്രോമാറ്റോഗ്രാം എടുത്തിരുന്നു. അപ്പോൾ ആ ക്രോമാറ്റോഗ്രാം അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് അതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ റിപ്പോർട്ടിലത്തെ എൻഡോസൾഫാൻ കണ്ടൻറ്റ് ടേബിളിലുള്ള എൻഡോസൾഫാൻ്റെ കണ്ടൻറ്റുമായിട്ട് നോക്കുമ്പോൾ ഒരു ബന്ധവുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സാക്കോണിലത്തെ ക്രോമാറ്റോഗ്രാമിൻ്റെ വാല്യൂ അല്ല മെഡിക്കൽ കോളേജിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ഇതാ 2 റിപ്പോർട്ട്, ഒന്ന് 15 പേജ്, ഒന്ന് 55 പേജ്. ഇതിൽ 55 പേജിൻ്റെ റിപ്പോർട്ടിൽ നോക്കിക്കോളൂ നിങ്ങൾ. ലാസ്റ്റ് പേജ് ഇതിൽ എൻഡോസൾഫാൻ കണ്ടന്റും ഇതിലത്തെ ആരോഗ്യവും ആ രോഗിയുടെ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ ആരോഗ്യത്തിൻ്റെ സ്റ്റാറ്റസും തമ്മിലുള്ള ബന്ധം പറയുന്ന ടേബിൾ ഒരു കോളം അങ്ങനെ അങ്ങ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. കാരണം അപ്പോൾ അതിന് ബന്ധം മനസ്സിലാവില്ലല്ലോ. ഇത് ബന്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ പത്രക്കാരൻ ചോദിക്കൂലേ. ഒരു കോളം അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്രോമാറ്റോഗ്രാമും ഇതുമായിട്ട് ബന്ധമില്ല. 4 എണ്ണത്തിൽ മാത്രമേ കൺകോർഡൻ്റ് വാല്യൂസ് ഒരേ വാല്യൂസ് വന്നിട്ടുള്ളൂ. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രക്കും രൂക്ഷമായിട്ട് കൂടി അല്ല ഇപ്പോഴേ ഇതിൽ പറയുന്ന ബ്ലഡിലത്തെ എൻഡോസൾഫാൻ കണ്ടന്റ് 10 കൊല്ലം മുമ്പുള്ളതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എൻഡോസൾഫാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല കാസർഗോഡ്. എന്നിട്ട് 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഏകദേശം 6 ഇരട്ടിയാൻ പറ്റും എൻഡോസൾഫാൻ കണ്ടന്റ് ബ്ലഡിൽ കൂടെയെന്ന്. ഇതാണ് നമ്മൾ നടത്തുന്ന പെസ്റ്റിസൈഡ് റെസിഡ്യൂ അനാലിസിസ് എന്ന് പറയുന്ന പരിപാടി. ഈ പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്പെഷ്യലൈസേഷൻ വേണ്ട, ഒരുപാട് ട്രെയിനിങ് വേണ്ട പരിപാടിയാണ്. ഇതൊന്നും നോക്കിയിട്ടില്ല. ഡോക്ടർ അഷീൽ പറഞ്ഞതുമാതിരി GC/MS ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇങ്ങനത്തെ 2 വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എൻഡോസൾഫാൻ പഠനം വസ്തുതകളും മറച്ചു വെക്കലും. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പഠനത്തെ വിമർശിച്ചു കൊണ്ടിട്ടുള്ളതാണ്. ആകെപ്പാട് അറിയാണ്ട് പബ്ലിഷ് ചെയ്തു പോയത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള വിജ്ഞാന കൈരളിയാണ്. അത് അറിയാണ്ട് ചെയ്തു പോയതായിരിക്കുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ ഈ റെസിഡ്യൂവിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സപ്രസ് ചെയ്ത ടേബിൾ ഈ 15 പേജ് റിപ്പോർട്ടിലുള്ള ഒഴിവാക്കിയ ടേബിൾ കാണിക്കുന്നത് ഈ തളിച്ച സ്ഥലവും തളിക്കാത്ത സ്ഥലവും തമ്മിൽ ക്യാൻസറും മാനസിക വെല്ലുവിളികളും തമ്മിൽ ഇൻസിഡൻസ് റേറ്റിൽ വ്യത്യാസമില്ല എന്നാണ്. ഇത് റിപ്പോർട്ടിലുള്ളതാണ്. അപ്പോൾ അത് പുറത്തു വരുന്നത് കൊണ്ടാണ് ഈ ടേബിൾ തന്നെ ഒഴിവാക്കിയിട്ട് 15 പേജുള്ള ഒരു റിപ്പോർട്ടാക്കിയിട്ട് മാറ്റിയത്. ഇത് ക്രിമിനൽ കുറ്റല്ലേ അത്, വസ്തുതകൾ സപ്രസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സംവാദം അവസാനിക്കുന്നില്ല, പക്ഷേ സമയക്കുറവ് മൂലം ചർച്ച നിർത്തേണ്ടി വരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിബേറ്റിൻ്റെ രൂപത്തിൽ ഇത് കേരളത്തിൽ എവിടെയും ഇത് സംഘടിപ്പിക്കുന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഇത് ഓർഗനൈസ് ചെയ്ത സംഘടകർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ട ആവശ്യമുണ്ട്. I thank the organizers for having invited me here for this important debate. Thank you. ഞാനിവിടെ ഒരു ഉപസംഹാര പ്രസംഗത്തിനല്ല നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചർച്ചയിൽ കൺക്ലൂഡ് ചെയ്യാനും അല്ല, ഞാനതിൻ്റെ ആളല്ല. പക്ഷേ ഞങ്ങളിവിടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രക്കാരെ നമ്മളെ ഇട്ട് പൊരിച്ചത് ഈ ഒരു വിഷയം പറഞ്ഞിട്ടാണ്. പത്രക്കാർ ചോദിച്ചത് നിങ്ങൾക്ക് ഇവിടുത്തെ സമൂഹത്തിൻ്റെ പൊതു മനസാക്ഷിയോടൊപ്പം നിൽക്കാതെ എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ എന്ത് യുക്തിവാദികളാണ്, നിങ്ങൾക്ക് എന്ത് യുക്തിയാണ് ഉള്ളതെന്നാണ് ചോദിച്ചത്. എൻഡോസൾഫാനെ കുറിച്ച് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നിലപാട് ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ട് ഏത് വിഷയത്തിലും നിലപാട് എടുക്കാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോ ഇവിടെ നടന്നതുപോലുള്ള ഒരു സംവാദം ഇത്രയും ശാസ്ത്രീയമായിട്ടും ഇത്രയും ബാലൻസിങ് ആയിട്ടുള്ള ഒരു സംവാദം ഒരു പക്ഷേ കേരളത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് നടന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ശാസ്ത്രബോധമുള്ള
സ്വലോകത്തിൻ്റെ സവിശേഷത. നമുക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഡിബേറ്റ് നടത്താൻ കഴിയുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ അന്തിമമായ ഒരു തീരുമാനം എടുത്തു വെച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷയത്തെക്കുറിച്ച് ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി അനുസരിച്ച് എങ്ങനെ പഠിക്കാമെന്നും എങ്ങനെ ഒരു നിലപാടിലും തീരുമാനത്തിലും എത്താമെന്നും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഈ രണ്ടു പേരുടെയും അവതരണത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള സെമിനാറിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പത്രക്കാർ ചോദിച്ച അതുപോലെ നമുക്ക് ഈ ഒരു പൊതു മനസ്സാക്ഷിയുടെ കൂടെ പലപ്പോഴും നിൽക്കാൻ പറ്റില്ല. കാരണം പൊതുജനങ്ങളോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടല്ല, മനസ്സാക്ഷി രൂപപ്പെടുത്തപ്പെടുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻഡോസൾഫാൻ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, സാറ് പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ. സാറ് പറഞ്ഞ സംശയം എനിക്ക് അന്നുണ്ടായിരുന്നു. കാരണം ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് പല സർവേകളിലും വീടുകളിൽ കയറി ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ പല വീടുകളിലും കയറി ഇറങ്ങുമ്പോൾ ഇതുപോലെ സമാനമായ വൈകല്യങ്ങളും വെല്ലുവിളികളും ഉള്ള ധാരാളം മനുഷ്യരെ, കുട്ടികളെയും വലിയവരെയും വീടുകളിൽ കാണാറുണ്ട്. പലപ്പോഴും ആ നാട്ടിലുള്ള ആളുകൾക്ക് പോലും അറിയില്ല വീടുകളിൽ ഇങ്ങനെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ആളോ ജീവിച്ചിരിപ്പുണ്ടെന്നില്ല. കാരണം ആളുകൾ മറച്ചു പിടിക്കും. അപ്പം ഒരു സ്റ്റേറ്റ് ശരാശരിയോ അല്ലെങ്കിൽ ഒരു പൊതു ശരാശരിയോ വെച്ച് നോക്കുമ്പോൾ ഈ കാസർഗോഡ് ഈ പൊക്കി കാണിക്കുന്ന ഏകദേശം അത്ര തന്നെ എണ്ണം സമാനമായ വൈകല്യങ്ങൾ കേരളത്തിലെ ഏത് പ്രദേശം എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. അവിടെ എല്ലാം കൂടെ ക്യാമറയായിട്ട് പോയിട്ട് ഈ പറയുന്ന എല്ലാ രോഗികളെയും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ വൈകല്യമുള്ളവരെയും ഒരു ക്യാമറയിൽ പിക്ക് ചെയ്തിട്ട് ഒരു മാധ്യമങ്ങൾ എല്ലാവരും കൂടെ പൊതുവായിട്ട് അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ഈ പ്രദേശത്ത് ഭയങ്കരമായിട്ടുള്ള ഈ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതങ്ങ് വിശ്വസിച്ചു പോകും. അങ്ങനെയാണ് പൊതു മനസ്സാക്ഷി ഇവിടെ രൂപപ്പെടുത്തുന്നത് പല കാര്യങ്ങളിലും. യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും അത്തരം പൊതു മനസ്സാക്ഷികളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ നമ്മൾ ശബരിമലക്ക് പോകണം. കാരണം അവിടെ മകരജ്യോതി കത്തുന്നുണ്ട് എന്നുള്ളതാണ് പൊതുമനസാക്ഷിയുടെ വിശ്വാസം. ഇത്രയും കാലം നമ്മൾ ഈ പൊതുമനസാക്ഷി ഇങ്ങനെ വിശ്വസിച്ചിരുന്ന കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു അത് കത്തിക്കുകയാണെന്ന്. അന്ന് അത് അംഗീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ 2 വർഷം മുമ്പ് ദേവസ്വം ബോർഡുകാർ തന്നെ സമ്മതിച്ചു കത്തിക്കുകയാണെന്നുള്ളത്. ഇപ്പൊ പൊതുമനസാക്ഷി ഇപ്പൊ മാറി. നമ്മൾ അങ്ങനെയാണ് പൊതുമനസാക്ഷിയെ മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നത്. ഏതായാലും ഈ സെമിനാറിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആരൊക്കെയാണോ ഇതിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് അവരെല്ലാവരും വന്നു മാത്രമല്ല അവരുടെ കൂടെ